സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീനന്ദനം സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആത്മസ്വരൂപിണാം സർവേഷാം സജ്ജനാനാം സസ്നേഹ നമസ്കാരം. 41ാമത് ശ്രീമദ് ഭാഗവത സത്രത്തിൽ വൃത്രാസുര ചരിത ഭാഗമാണ് പറയേണ്ടത്. ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ പ്രത്യക്ഷത്തിൽ നേടാനും ആധ്യാത്മികമായ ജീവിതത്തിൽ തത്വചിന്ത നേടാനും ഭാഗവതം കഴിഞ്ഞേ മറ്റേതൊരു ഗ്രന്ഥവും ഉള്ളൂ. ശ്രീമദ് ഭാഗവതത്തിലെ 9ാമത്തെ അധ്യായത്തിലെ തസ്യാസൻ വിശ്വരൂപസ്യ ശിരാംസി ത്രീണി ഭാരത സോമപീതം സുരാപീതം അന്നാദമിതി ശുശുര എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഗുരുഹത്യയോളം, എനിക്ക് തൊട്ട് മുൻപ് പറഞ്ഞ അമ്മ നാരായണ കവചത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നാരായണ കവചം സദാകാലം എല്ലാ കാലഘട്ടത്തിലും ചൊല്ലണം. ഇതം ശൃണുയാത് കാലേ യോ ധാരയതി ചാദ്യത തം നമസ്യന്തി ഭൂതാനി മുച്യതേ സർവതോ ഭയാത്. എല്ലാ ഭയത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കാൻ നാരായണ കവചത്തോളം മറ്റൊന്നില്ലെന്ന് ഭാഗവതത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം 9ാമത്തെ അധ്യായത്തിൽ ഗുരുഹത്യയോളം ദോഷം വേറെയില്ല. ഗുരുവിനെ വധിച്ച ഇന്ദ്രന് നേരിട്ട ശാപത്തിൻ്റെ ഭാഗമായുള്ള കഥയാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. വൃത്രാസുര ചരിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ശിവേരുഷ്ടേ ഗുരുസ്താത ഗുരോരുഷ്ടേ ന കശ്ചന. ഈ ലോകത്തുള്ള 33 കോടി ദേവന്മാർ അനുഗ്രഹിച്ചാലും ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്കില്ലെങ്കിൽ ഇനി ഈ ലോകത്ത് എന്തൊക്കെ നേടിയാലും യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് പറഞ്ഞു ശിവേരുഷ്ടേ ഗുരുസ്താത ഗുരോരുഷ്ടേ ന കശ്ചന. ഗുരുവിൻ്റെ അനുഗ്രഹം ഈ ലോകത്ത് ഈ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാലഘട്ടത്തിലും നമുക്കുണ്ടാകണം. ഇവിടെ ദേവന്മാരുടെ ഗുരുവായ വിശ്വരൂപന് 3 ശിരസോട് കൂടിയ, നമുക്ക് ആ ഭാഗത്തിൽ തസ്യാസൻ വിശ്വരൂപസ്യ ശിരാംസി ത്രീണി ഭാരത എന്നാണ്. ഇവിടെ ദേവന്മാരുടെ ഗുരുവായ വിശ്വരൂപന് 3 ശിരസോട് കൂടി. നമ്മൾ 10 ശിരസുള്ള രാവണൻ്റെ കഥയൊക്കെ നമ്മൾ രാമായണത്തിൽ കേട്ടിട്ടുണ്ട്. ഇവിടെ 3 ശിരസോട് കൂടിയാണ് പറയുന്നത്. ഒന്നിലൂടെ, ഒരു ശിരസിലൂടെ സോമം പാനം ചെയ്യുന്നു, 2ാമത്തെ ശിരസിലൂടെ സുരാപാനം ചെയ്യുന്നു, 3ാമത്തെ ശിരസിലൂടെ അന്നം കഴിക്കുന്നു. നമുക്കൊരു ശിരസ് മാത്രമുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെല്ലാം ഒന്നെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ 3 ശിരസ് കൊണ്ട് 3 ഭാഗങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് പറഞ്ഞത്. സവയിൻ ബർഹിഷ്യ ദേവേഭ്യോ ഭാഗം പ്രത്യക്ഷമുച്ചകൈഹി. ഉറക്കെ ഒരു തവണ വിശ്വരൂപൻ യജ്ഞത്തിൻ്റെ ഗൗരവം മറന്നുകൊണ്ട് ഉറക്കെ ജപിച്ചു എന്നാണ്. ചില മന്ത്രങ്ങൾ പതുക്കെയാണ്. ചില ഹോമത്തിൽ നമ്മൾ മന്ത്രം കേൾക്കാറില്ല, ആ ഹോമാഗ്നി മാത്രമേ നമ്മൾ കാണാറുള്ളൂ. പക്ഷെ വിശ്വരൂപൻ ഒരു തവണ യാഗം ചെയ്യുന്ന സമയത്ത്, ഹോമം ചെയ്യുന്ന സമയത്ത് ഉറക്കെ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ചെയ്തു എന്നാണ്. ഇത് ഇന്ദ്രൻ അറിഞ്ഞു അത്രേ. ഇന്ദ്രൻ അത് നമ്മളെല്ലാം ഒരിക്കൽ തെറ്റ് ചെയ്താൽ അത് സാരില്ല, അറിവില്ലാണ്ടെന്ന് കരുതി നമ്മൾ ക്ഷമിക്കും. 2ാമത് യാഗം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഭാഗം അസുരന്മാർക്ക് കൊടുത്തു. അത് ഇന്ദ്രന് തീരെ സഹിച്ചില്ല. അദ്ദേഹം വേറൊന്നും ചെയ്തില്ല. അല്ല, 2 തവണയേ നമ്മൾ ക്ഷമിക്കാറുള്ളൂ. ഇപ്പം നമുക്ക് ഒരിക്കൽ തന്നെ ക്ഷമയില്ല അല്ലേ? ഇവിടെ ഇങ്ങനെ ഇരുന്നും കൊണ്ട് തന്നെ ഇപ്പം നോക്കുകയാണ്, എപ്പോഴാണ് 12 എന്താ കാരണം അല്ലേ? അടുത്ത സത്രം നമുക്ക് കേൾക്കണം അല്ലേ? എപ്പോഴാണ് 1 മണിയാവുകയെന്നാണ്. എന്താണ് കാരണം? അപ്പോഴേ നമുക്ക് ഭക്ഷണം കിട്ടും അല്ലേ? നമുക്കൊക്കെ ക്ഷമ കുറവാണ്. ഇവിടെ അത് ബാധിച്ചു. ഇവിടെ 2 തവണ, ഒരു തവണ ഇന്ദ്രൻ ക്ഷമ കാണിച്ചു, 2ാമത്തെ തവണ പിന്നെ ക്ഷമയൊന്നും കൊടുത്തില്ല. നേരെ അവിടെ ചെയ്തത് ത്രിശിരസ്, 3 ശിരസും അങ്ങ് ഛേദിച്ചു. ആ ശിരസിൻ്റെ
സോമപീതം തു യത്തസ്യ ശിര ആസീത് കപിഞ്ചല. സോമപാനം ചെയ്തിട്ടുള്ള ഒരു ശിരസ് കപിഞ്ചലം എന്ന പക്ഷിയായി മാറിയുന്നു. രണ്ടാമത് സോമപാനം ചെയ്യുന്ന ശിരസ് സുരാപാനം ചെയ്യുന്ന ശിരസ് കളവിംഗം എന്ന് പറയുന്ന പക്ഷിയായി മാറിയുന്നു. അന്നം കഴിക്കുന്ന ശിരസ് തിത്തിരപ്പക്ഷി എന്ന് പറയുന്ന പക്ഷിയായും പുനർജനിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അങ്ങനെ ഇന്ദ്രൻ ഇത് വധിച്ചതോടുകൂടി ഇന്ദ്രന് ബ്രഹ്മഹത്യാ പാപം അനുഭവിക്കേണ്ടി വന്നു. ബ്രഹ്മഹത്യാ പാപം എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണനെ വധിക്കണമെന്നൊന്നുമില്ല. ശ്രേഷ്ഠരായവരെ നിന്ദിച്ചാലും എന്ത് വരും? ബ്രഹ്മഹത്യാ പാപമാണ്. ശ്രേഷ്ഠന്മാരെ നിന്ദിക്കാൻ പാടില്ല. ന നിന്ദ്യാത്. ലോകത്ത് നമുക്ക് ആരെയും നിന്ദിക്കാൻ അധികാരമില്ല. അപ്പോൾ നിന്ദിച്ചാൽ പോലും അത് ബ്രഹ്മഹത്യക്ക് തുല്യമാണ്. അങ്ങനെ 3 ശിരസ്സും അറുത്തതോടുകൂടി ഇന്ദ്രന് ബ്രഹ്മഹത്യ പാപം സംഭവിച്ചു. അങ്ങനെ ബ്രഹ്മഹത്യ പാപം സംഭവിച്ച സമയത്ത് ബ്രഹ്മഹത്യ മഞ്ജലിന ജഗ്രാഹന, 1 വർഷ കാലഘട്ടം ഈ ബ്രഹ്മഹത്യ ഇന്ദ്രൻ തൻ്റെ കയ്യിൽ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ഇതോട് താഴെ വെക്കാനും കഴിയുന്നില്ല. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ 14 വർഷവും 13 വർഷവും 8 വർഷം പല വർഷവും നമുക്ക് ജീവപര്യന്തമൊക്കെ കിട്ടും, ശിക്ഷയൊക്കെ നമുക്ക് വിധിക്കുമല്ല ഇത്ര കാലം. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ഇനി ഇന്ദ്രന് ബോധ്യപ്പെട്ടു ഇത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം, എന്ത്? ശാപം തീർന്നതായി. അപ്പോൾ അതിനെന്താ വേണ്ടത്? കയ്യിലുള്ള ശാപം ആരെങ്കിലും ഏറ്റെടുക്കണം. സ്വത്തും സ്വർണവും സ്ഥലമെല്ലാം ആണെങ്കിൽ നമ്മളിങ്ങനെ ഏറ്റെടുക്കായിരുന്നു വേഗം, അല്ലേ? ശാപം ഏറ്റെടുക്കാൻ ആരെങ്കിലും വരുമോ? എവിടെ വരണ്ട്, അല്ലേ? ഒരു ശാപം ഏറ്റെടുക്കാൻ ആരും വരില്ല. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്നാകെ സംശയമായി. അങ്ങനെ ഈ ശാപം ഇനി ആർക്കെങ്കിലും വീതിച്ചു കൊടുക്കണം. അങ്ങനെ സോമപീതം തു യത്തസ്യ ശിര ആസീത് കപിഞ്ചല അങ്ങനെ പറഞ്ഞ് ബ്രഹ്മഹത്യാ മഞ്ജലിന ജഗ്രാഹ യതീശ്വര സംവത്സരാന്തേ തഥകം ഭൂതാനാം സ വിശുദ്ധയെ ഭൂമി അമ്പുദ്രമയോഷ്യത്. 4 പേർക്ക് ഈ ബ്രഹ്മഹത്യാ പാപം വീതിച്ചു കൊടുക്കാൻ വേണ്ടി ഇന്ദ്രൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യത്തേത് ചോദിച്ചത് ഭൂമിയോടാണ്. ഭൂമിയോട് ചോദിച്ചു. നമ്മളൊക്കെ അങ്ങനെയാണ്, എന്തെങ്കിലും ഏറ്റെടുക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരുമോ എന്നാണ് നോക്കുക. 41ാമത്തെ സത്രത്തിൽ പങ്കെടുക്കും, പക്ഷേ ഉച്ചക്കത്തെ ഭക്ഷണം കിട്ടുമെങ്കിൽ മാത്രമേ നമ്മൾ സത്രത്തിന് പങ്കെടുക്കൂ. അറിവെല്ലാം നമ്മൾ വേറിയിടുന്നെങ്കിലും ശേഖരിച്ചോളും, അല്ലേ? അതിന് യൂട്യൂബ് ഉണ്ട്. നേരത്തെ എനിക്ക് മുമ്പ് അമ്മ പറഞ്ഞ പോലെ എല്ലാം യൂട്യൂബിലുള്ള കാലമാണ്. ഞാനിതിനിടെ ഒരു ക്ഷേത്രത്തിലൊരു ജ്യോതിഷത്തിന് പോയപ്പോൾ അഷ്ടമംഗല്യ പ്രശ്നമായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, 1 വർഷം ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാരോടെല്ലാം അവരുടെ പുറന്നാളിനെ ഒരു ഗ്രന്ഥം ഈ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാൻ പറയണം. അങ്ങനെ ചെയ്താൽ 1 വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ ധാരാളം പുരാണ ഗ്രന്ഥങ്ങൾ സമാഹരിക്കാൻ പറ്റുന്നു. അപ്പോൾ ക്ഷേത്രത്തിലെ ഭാരവാഹി എഴുന്നേറ്റത്തിന് പറഞ്ഞു, വരെ അതിൻ്റെ ആവശ്യമില്ല എന്ന്. അതെന്താണെന്ന് ചോദിച്ചു. എല്ലാം ഇതിലുണ്ട് എന്ന്. ഒരു ഫോണിങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, എല്ലാം ഇതിലുണ്ട്, അതുകൊണ്ട് ഗ്രന്ഥത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന്. ഞാൻ അന്നാ പഠിച്ചത് ഈ സാധനം എല്ലാം ഇതിൻ്റെ അകത്ത് കിട്ടുമല്ലോ, വിഷ്ണു സഹസ്രനാമം എല്ലാം ഇതിൻ്റെ അകത്ത് കിട്ടും. പക്ഷേ ശാപം ഏറ്റെടുക്കാൻ വേണ്ടി ഇന്ദ്രൻ പലരെയും സമീപിക്കുമ്പം ആദ്യം സമീപിച്ചതൊന്ന് ഭൂമിയാണ്. അപ്പോൾ ഭൂമിയോട് ചോദിച്ചു, ശാപമൊക്കെ ഏറ്റെടുക്കാം, അല്ലേ? നമ്മളൊക്കെ എന്തെങ്കിലും നമ്മൾ കൊടുത്തെങ്കിലേ നമ്മൾ സ്വീകരിക്കുള്ളൂ, അല്ലേ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആരെങ്കിലും ഒരു നന്ദി പറഞ്ഞാൽ ഭയങ്കര സുഖമല്ലേ, അല്ലേ? ഒരു താങ്ക്സ് ആണ് ഇപ്പം എല്ലാവരും. അപ്പോൾ ഇവിടെ ഒരു നന്ദി പറഞ്ഞാലും മതി. എന്തെന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുതന്ന വേഗം താങ്ക്സ് പറയും. അതെങ്ങും പറയണം, അല്ലേ? ഇവിടെ ഈ 4 പേരോട് ഈ ശാപം ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചത് ഭൂമിയോടാണ്. അപ്പോൾ ഭൂമി പറഞ്ഞു, ഭൂമി ശാപം സ്വീകരിക്കാൻ ഒരു വരം എനിക്കൊരു വരം ആവശ്യം ഉണ്ട്. ആ വരം തരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഈ ശാപം ഏറ്റെടുക്കാമെന്നാണ് പറഞ്ഞത്. ഭൂമി സ്തുരീയം ജഗ്രാഹ ഘാതപൂരവരണേ വൈ ഈരിണം ബ്രഹ്മഹത്യയാ രൂപം ഭൂമോ പ്രദശ്യതേ. ഞാൻ ബ്രഹ്മഹത്യയുടെ 4ൽ 1 ഞാൻ ഏറ്റെടുക്കാമെന്നാണ്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ എന്താ വേണ്ടത്? ഭൂമി എവിടെ കുഴിച്ചെടുത്താലും താനെ ആ ഭൂമി എന്ത് വേണം? മൂടപ്പെട്ടു പോകണമെന്ന ഒരു വരം തരികയാണെങ്കിൽ ഞാൻ ബ്രഹ്മഹത്യ എന്ന് പറയുന്ന പാപം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് ആര് പറഞ്ഞു? ഭൂമി പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ്റെ ശാപത്തിൻ്റെ 4ൽ 1 ബ്രഹ്മഹത്യാ ശാപത്തിൻ്റെ 4ൽ 1 ആര് ഏറ്റെടുത്തു? ഭൂമി ഏറ്റെടുത്തു. അതുകൊണ്ട് തിരിച്ച് വാങ്ങിയ ഫലമെന്ന് പറയുന്നത് കുഴിച്ചെടുത്ത ഭാഗം താനെ പൂർണ്ണമായിട്ട് അത് നിറയണം. അങ്ങനെയാണ് ഇപ്പോഴും മണ്ണെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കൊല്ലെല്ലാം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ പോകുമ്പം അത് നൂർന്നിട്ട് കാണുന്നത്. ഈ ശാപം
ബ്രഹ്മഹത്യാ ശാപം ഏറ്റെടുത്തതിന് ഇന്ദ്രൻ കൊടുത്ത ഒരു വരമാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഈ ഊഷര ഭൂമിയിൽ, വിളയാത്ത ഭൂമിയിലൊന്നും പാടില്ല എന്നെല്ലാം പറയും. മരുഭൂമിയിൽ വേദങ്ങളൊന്നും പാടില്ല എന്നാണ്. പക്ഷേ ഇപ്പം മരുഭൂമിയിൽ പോയിട്ടാണ് ഇപ്പം വേദം ചൊല്ലുന്നതും തെയ്യം കെട്ടുന്നതും അല്ലേ, അനുഷ്ഠാനങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങളെല്ലാം ഇപ്പം വിദേശത്തേക്ക് പോയി തുടങ്ങി. അടിയൊന്നും ചെയ്യാൻ പാടില്ല എന്നാ ഭൂമിയുടെ ലക്ഷണം കൊണ്ട്. പക്ഷെ അതെല്ലാം പറഞ്ഞാൽ ആകെപ്പാടെ കുഴപ്പമാവും. അതുകൊണ്ട് അതൊന്നും പറയണ്ട, വിശ്വാസം പോലെ അങ്ങ് നടന്നോട്ടെ. അങ്ങനെ അടുത്ത ആളോട് ചോദിച്ചു, മരത്തിനോടാണ് ചോദിച്ചത്. എന്താ മരത്തിൻ്റെ അടുത്ത് പോയി മരം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, തുര്യം ചേതവിരോഹേണ വരേണ ജഗൃഹുർ ദ്രുമ തേഷാം നിര്യാസരൂപേണ ബ്രഹ്മഹത്യ പ്രതിഷ്യതേ. വൃക്ഷം പറഞ്ഞു, ഞാനും 4/1 ഒരു ഭാഗം ഞാനും ശാപമേറ്റെടുക്കാം. പക്ഷേ മരം തിരിച്ചൊരു വരം ആവശ്യപ്പെട്ടു. എന്ത്? ഛേദം. മുറിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടേക്ക് വൃക്ഷം അത് കിളിർക്കണം. ആ കിളിർക്കാനുള്ള വരം തരുവാണെങ്കിൽ ഞാൻ ബ്രഹ്മഹത്യാ പാപം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോഴും മരം മുറിച്ചാലും ഈ മരം എന്ത് ചെയ്യുന്നു? കിളിർത്ത് വരുന്നു. പക്ഷേ ബ്രഹ്മഹത്യാ ശാപത്തിൻ്റെ ഒരു രൂപം അതിൽ കാണാം. അതിൽ നിന്ന് വരുന്ന പാല് ബ്രഹ്മഹത്യാ ശാപത്തിൻ്റെ സ്വരൂപമാണ്. അപ്പം നമ്മളാകെ പാല് കാണൽ പാലുള്ള പ്ലാവിന് മാത്രമേ കാണലുള്ളൂ, ബാക്കി കറിയൊന്നും നമ്മൾ നോക്കാറിയില്ല അല്ലേ. അപ്പോൾ മരത്തിനോട് അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് മൂന്നാമത് ചോദിക്കുന്നത്, ശശ്വത്കാമവരേണാം സ്തുരീയം ജഗ്രാഹ സ്ത്രീയ രജോരൂപേണ താസോഹം മാസി മാസി പ്രദശ്യതേ. സ്ത്രീയോട് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, ഞാൻ ബ്രഹ്മഹത്യാ പാപത്തിൻ്റെ കാൽഭാഗം ഞാൻ ഏറ്റെടുത്തോളാം. പക്ഷേ ഗർഭം ധരിച്ചാൽ പ്രസവം കഴിയുന്നതുവരെ സ്ത്രീകൾ, ജീവജാലങ്ങൾ ഒന്നും ഒരു പുരുഷ സംയോഗം ചെയ്യാൻ പാടില്ല എന്ന്. ഗർഭം എപ്പോൾ ധരിച്ചോ അവിടം തൊട്ട്. ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ ബ്രഹ്മഹത്യയുടെ 4/1 ഭാഗം ഞാൻ ഏറ്റെടുക്കാം. പക്ഷേ ഏത് കാലഘട്ടത്തിലും പുരുഷ സംയോഗം ചെയ്യാനുള്ള അനുഗ്രഹം എനിക്ക് തരികയാണെങ്കിൽ ബ്രഹ്മഹത്യാ പാപം ഞാൻ ഏറ്റെടുത്തോളാം എന്നാര് പറഞ്ഞു? സ്ത്രീ പറഞ്ഞു. അങ്ങനെ സ്ത്രീയെയും അനുഗ്രഹിച്ചു. പകരം ബ്രഹ്മഹത്യയുടെ ശാപത്തിൻ്റെ രൂപമാണ് പോലും സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മെൻസസ് അഥവാ തീണ്ടാരി എന്ന് പറയുന്നത് ഇതിൻ്റെ രൂപമാണ്. വൃക്ഷത്തിൻ്റെ രൂപമാണ് പാല് വരുന്നത്, ബ്രഹ്മഹത്യാ പാപത്തിൻ്റെ രൂപമാണെങ്കിൽ ഇവിടെ പറയുന്നു സ്ത്രീകളിലേക്ക് ഈ മാസമുറ എന്ന് പറയുന്നത്, ഈ തീണ്ടാരി സ്വഭാവം കാണുന്നത് ബ്രഹ്മഹത്യാ പാപം ഏറ്റെടുത്തതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ജലത്തോടാണ് അടുത്തത് ചോദിച്ചത്. ജലത്തോട് ചോദിച്ചപ്പോൾ ജലം പറഞ്ഞത്, ധ്രുവ ഭൂയോ വാരേണപ്സു സ്തുരീയം ജഗ്രഹുർമലം താസു ബുദ്ഭുത ഭേനാഭ്യാം ദൃഷ്ടം തദ്ധരതി ക്ഷിപൻ. ഇവിടെ പറഞ്ഞത് ജലം ഈ ശാപം ബ്രഹ്മഹത്യാ പാപത്തിൻ്റെ ഒരു കാൽഭാഗം ഏറ്റെടുക്കുമ്പം പറഞ്ഞത്, നദി, കൂപം, തടാകാദികളിൽ നിന്ന് എത്ര വെള്ളമെടുത്താൽ ആ വെള്ളം അത്ര തന്നെ അധികരിച്ചിട്ട് അതിലുണ്ടാകണമെന്ന് പറഞ്ഞാൽ ഒരനുഗ്രഹം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തു. പക്ഷേ ആ അനുഗ്രഹം കൊടുക്കുമ്പം ഈ ബ്രഹ്മഹത്യയുടെ സ്വരൂപം കാണണ്ടേ? എല്ലാവർക്കും ബ്രഹ്മഹത്യയുടെ സ്വരൂപമുണ്ട്, വെള്ളത്തിനും ബ്രഹ്മഹത്യയുടെ സ്വരൂപമുണ്ട്. അത് പതയാണ്. വെള്ളത്തിൽ കാണുന്ന നുരാന്ന് പറയുന്നത് ഈ ബ്രഹ്മഹത്യാ പാപം ഏറ്റെടുത്തതിൻ്റെ സ്വരൂപമാണ്. ഈ വെള്ളത്തിൽ കാണുന്ന നുര, നമ്മളിപ്പോൾ വെള്ളത്തിൽ ഒരു ചായ പോലും നല്ലോണാറ്റിയാൽ പതയുണ്ടെങ്കിൽ ആ പത നമ്മൾ കുടിക്കാറില്ല. അത് ഇതിൻ്റെ സ്വരൂപമാണെന്നാണ് നമുക്ക് ഭാഗവതത്തിലെ കഥ പറയുന്നത്. ഈശ്വര സ്വരൂപികൾ ശ്രദ്ധിക്കേണ്ടത്, കഥകളൊന്നും കഥകളായി എടുക്കരുത്. ആ കഥയിലെ തത്വം ജീവിതത്തിലേക്ക് എടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്, ഒന്ന് കൊടുത്താൽ ഒന്ന് സ്വീകരിക്കണം അല്ലേ. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ എന്ത് വേണം? തിരിച്ച് നമ്മളും എന്തെങ്കിലും അങ്ങോട്ടേക്ക് കൊടുക്കണം അല്ലേ. ഒരു നന്ദി പറഞ്ഞാലും മതി അല്ലേ. ഒന്നുമില്ല, ഒന്ന് മുഖം പ്രസന്നം വിമലാച്ച ദൃഷ്ടി അല്ലേ. കണ്ടാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിരിച്ചാൽ മതി. പരസ്പരം കണ്ടാൽ ഇതെന്താ പറയുക, ഇത് കണ്ണൂരിൽ നിന്ന് ആരോ വരുന്ന ഒരാളാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോയിരുന്നിട്ട് സത്രം കാണുക, ഇത് കൈയ്യിട്ട് എന്നാണ്. എന്താ കാരണം? നമുക്ക് വേണ്ട ആൾ പിന്നെയാണ്, അത് കഴിഞ്ഞ ആളാണ് അല്ലേ. അങ്ങനെ നോക്കണ്ട, മുഖം പ്രസന്നം. കണ്ടാൽ ഒന്ന് എന്ത് ചെയ്തേക്കണം? പരസ്പരം ഒന്ന് ചിരിക്കണമെന്ന് ഒരു ബോധം, ഒരു തത്വം നമ്മളതിൽ നിന്നെടുക്കുക. എന്ത് കൊടുത്താലും എന്തെങ്കിലും നമ്മൾ ജീവിതത്തിൽ വാങ്ങും. അങ്ങനെ ഹതപുത്രസ്തൃഷ്ടോ ജുഹാവേന്ദ്രായ ശത്രവേ. അങ്ങനെ ഈ ഇന്ദ്രനെ, ത്വഷ്ടാവിനെ വധിച്ചല്ലോ. 3 ശിരസും വധിച്ച കഥ ഞാൻ പറഞ്ഞുവേ.
അത് വധിച്ചതിന് ആർക്ക്? ഇന്ദ്രനാണ് വധിച്ചത്. ഇതാർക്ക് ഇഷ്ടപ്പെട്ടില്ല? ഭഗവത് അനുഗ്രഹത്തിൽ നിന്ന്, ബ്രഹ്മഹത്യയിൽ നിന്ന് ഇന്ദ്രൻ വിമുക്തനായിട്ടുണ്ടെങ്കിലും അനന്തരമുണ്ടായ ചില കാര്യങ്ങളാണ് വിശ്വരൂപൻ എന്ന് പേരായ തൻ്റെ പുത്രനെ ഇന്ദ്രൻ വധിച്ചതറിഞ്ഞ ത്വഷ്ടാവ് സ്വന്തം മകനെ വധിച്ചാൽ, അല്ലേ, നമ്മളെ വീട്ടിലെ നമ്മളെ മകനെ ആരെങ്കിലും അയൽവക്കക്കാരനൊന്ന് വഴക്ക് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പോയി പ്രതികരിക്കും. ഇന്ദ്രനും പ്രതികരിക്കണ്ടേ? ത്വഷ്ടാവും പ്രതികരിക്കണ്ടേ? ത്വഷ്ടാവ് എന്ത് ചെയ്തു? തൻ്റെ മകനെ വധിച്ചതുകൊണ്ട് ആ ഇന്ദ്രനെ വധിക്കാൻ വേണ്ടി ഒരു രൂപമുണ്ടാക്കാൻ വേണ്ടി ഹോമം കഴിച്ചു. ആ ഹോമത്തിൽ ഇന്ദ്രശത്രോ വിവർദ്ധസ്വ മാം ചിരം ജഹി ദ്വിദ്വിഷം എന്താ പറഞ്ഞത്? പ്രത്യേകം ഒരു ഹോമം കഴിച്ചു, ഒരു രൂപം, ഇത് ഈ ഇന്ദ്രനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രൂപമുണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഹോമത്തിൻ്റെ മുൻപിൽ വെച്ച് മന്ത്രം ചൊല്ലുന്നത് ഇന്ദ്രശത്രോ വിവർദ്ധസ്വ. ശ്രദ്ധിക്കണേ, അവിടെ ത്വഷ്ടാവ് ഉദ്ദേശിച്ചത് ഇന്ദ്രനെ വധിക്കാൻ പാകത്തിനുള്ള ഒരു ജീവിയെ ഉത്ഭവിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ ഉത്ഭവിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒക്കെ യാഗമൊക്കെ തുടങ്ങി. പക്ഷെ ആ യാഗത്തിൽ ഒരു ചെറിയ തെറ്റുപറ്റിയ ഈ ഹോമസമയത്ത് എല്ലാ അക്ഷരങ്ങളും ഈശ്വര സ്വരൂപികൾ ശ്രദ്ധിക്കണേ, മന്ത്രങ്ങളല്ലാത്തൊരക്ഷരം ഈ പ്രപഞ്ചത്തിലില്ല. അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലമനൗഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജകസ്തത്ര ദുർലഭ. എല്ലാ അക്ഷരങ്ങളും മന്ത്രങ്ങളാണ്. മന്ത്രങ്ങളല്ലാത്തൊരക്ഷരം ഈ പ്രപഞ്ചത്തിലില്ല. അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലം അനൗഷധം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചെടിയുടെയും വൃക്ഷത്തിൻ്റെയും വേരിൽ ഔഷധമുണ്ട്. അയോഗ്യ പുരുഷോ നാസ്തി. ഇവിടെ ഇരിക്കുന്ന ഒരാളും ഈശ്വരൻ അയോഗ്യരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരെയും യോഗ്യരായിട്ടാണ് സൃഷ്ടിച്ചത്. അയോഗ്യ പുരുഷോ നാസ്തി യോജകസ്തത്ര ദുർലഭ. പക്ഷെ പലതും യോജിപ്പിക്കാൻ നമുക്കറിയില്ല. ഇത് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് 41ാമത് ഭാഗവത സത്രം നടക്കുന്നുണ്ട്. പെരുന്തട്ടയിൽ മഹാദേവൻ്റെ മുൻപിൽ ഗുരുവായൂരപ്പൻ്റെ സമീപത്താണ്. കുറച്ച് ദിവസം അവിടെ പോയിട്ട് കേൾക്കാം. ഇതൊന്നും തൃപ്തിയാവുന്നില്ല, എന്ത് പറയും? കുറച്ച് ദിവസം ചോറ്റാനിക്കരെ പോയി നോക്കാം, അല്ലെങ്കിൽ ശബരിമലക്ക് പോയി നോക്കാം. ഏടെ പോയാലാണ് നമുക്ക് ഈ സമാധാനം കിട്ടുക എന്ന് വെച്ചൊരു യാത്രയാണല്ലേ. അവിടെയാണ് അക്ഷരം മുഴുവൻ മന്ത്രമാണ്. ഇവിടെ എന്താ ഉണ്ടായത്? ഇന്ദ്രശത്രോ വിവർദ്ധസ്വ. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഇന്ദ്രനെ വധിക്കണം. പിന്നെയോ ഒരു ശരത്തിൻ്റെ നീളത്തിൽ ഇവൻ വളർന്നുകൊണ്ടേയിരിക്കണം. ഇതാണ് ത്വഷ്ടാവ് ഹോമിക്കുന്ന സമയത്ത് പറഞ്ഞത്. പക്ഷേ മന്ത്രഹീനോ സ്വരത്തോ വർണ്ണത്തോവ മിഥ്യാപ്രയുക്തോ ന തമർത്ഥമാഹ സ വാഗ്വജ്രോ യജമാനം ഹിനസ്തി യഥേന്ദ്രശത്രു സ്വരതോ അപരാധാത്. അങ്ങനെയാണ്. അതായത് നമ്മൾ ചൊല്ലുന്ന മന്ത്രം തെറ്റിയാൽ അതിൻ്റെ അർത്ഥമേ മാറും. ഇവിടെ പറയാണ് മന്ത്രോഹീനോ. നമ്മൾ ചൊല്ലുന്ന മന്ത്രത്തിൽ എവിടെയെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ മന്ത്രോഹീനോ സ്വരത്തോ വർണ്ണത്തോവ, അതിൻ്റെ സ്വരത്തിലോ വർണ്ണത്തിലോ വ്യത്യാസം വരുന്ന സമയത്ത് മിഥ്യാപ്രയുക്തോന്ന, അതെന്തായി പോകും? ആ മന്ത്രം മിഥ്യയാണ്, വെറുതെ ആയി പോകും. അങ്ങനെ സ വാഗ്വജ്രോ യജമാനം ഹിനസ്തി. ഈ ചൊല്ലുന്ന മന്ത്രം തെറ്റിയാൽ ചൊല്ലുന്ന യജമാനനെ വാഗ്വജ്രോ, വജ്രായുധം പോലെ ഇത് തിരിച്ച് ഫലിക്കുന്ന. ഭാഗവതത്തിലെ ശ്ലോകമെല്ലാം ചൊല്ലുമ്പം വളരെ ശ്രദ്ധിച്ചിട്ട് ചൊല്ലിയില്ലെങ്കിൽ ഇതിലൊക്കെ അർത്ഥവ്യത്യാസം വരും. എന്നിട്ട് എന്താ പറഞ്ഞത്? യഥേന്ദ്രശത്രോ സ്വരത്തോ അപരാധാത്. ഇവിടെ എന്താ വന്നത്? ബഹുവ്രീഹി സമാസം വരുന്ന സമയത്ത് ഇന്ദ്രനെ വധിക്കണമെന്നാണ് ആഗ്രഹിച്ചതെങ്കിലും ഇന്ദ്രൻ്റെ ശത്രുവായിട്ട് ജനിക്കട്ടെ എന്നാണ് ആ അക്ഷരം മാറിയപ്പോൾ വന്നത്. അങ്ങനെ ഈ രൂപം ആഭിചാര മന്ത്രം ഉച്ചരിച്ച് ഹോമം ചെയ്യുമ്പോഴും അത് തെറ്റിപ്പോയി എന്നുള്ളത് കൊണ്ട് ഈ ഭൂതം അഥവാ ഈ ഒരു രൂപം ഹോമാഗ്നിയിൽ നിന്ന് ഉത്ഭവിച്ചു. ഓരോ നിമിഷം കഴിയുന്തോറും ഒരു ശരത്തിൻ്റെ നീളം ഇത് വർദ്ധിക്കാൻ തുടങ്ങി. ഇത് വലിയ ഓരോ സെക്കൻഡ് കൊണ്ട് നമ്മളിലിപ്പം അല്ലേ, അമ്മേൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നു, കുറച്ച് ദിവസം അങ്ങനെ പോയി, കുറച്ച് ദിവസം ഇങ്ങനെ പോയി, അല്ലേ, 6 മാസമായി, 9-ാം മാസമായി, 10-ാം മാസമായി, ഇതിങ്ങനെ പതുക്കെ വളർന്നിട്ടുള്ളൂ. പക്ഷേ ത്വഷ്ടാവ് നിർമ്മിച്ച ഈ ഹോമാഗ്നിയിൽ നിർമ്മിച്ച ഈ ഉപാധി വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? വളരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് വളരുന്നു മാത്രമല്ല, അഗ്നിയിൽ നിന്ന് ഉത്ഭവിച്ച ഈ സത്വം ഓരോ ദിവസം കഴിയുന്തോറും കൂടുന്നു എന്ന് മാത്രമല്ല, വിശ്വവർദ്ധമാനം തമിഷു മാത്രം ദിനേ ദിനേ. ഓരോ ദിവസം കഴിയുന്തോറും ഒരു ശരത്തിൻ്റെ ദൂരത്തിൽ ഇതിങ്ങനെ നീളം വെക്കാൻ വേണ്ടി തുടങ്ങി. സന്ധ്യാകാലത്തെ മേഘം പോലെ എന്നാണ് പറയുന്നത്. എങ്ങനെ? തമാശ്രിക. എങ്ങനെ? വളരെ പല ചെറുപ്പക്കാരുടെ പലക്കിപ്പൊന്ന് കാണലുണ്ട്, മുടി
പ്രത്യേകതയുള്ളൊരു മുടിയാന്ന് പോലും ആരത്? ഈ രൂപത്തിൻ്റെത്. നമ്മളെയൊക്കെ നാട്ടിലിപ്പോൾ ചെറുപ്പക്കാരെ മുടിയിൽ ഏതാണ്ട് അങ്ങനെയാണല്ലേ, എന്തെല്ലോ കളറാണ്, കറുപ്പും അല്ല വെളുപ്പും അല്ലാത്തൊരു കളർ. എനിക്ക് തോന്നുന്നു ഭാഗവതം വായിച്ചിട്ട് ഇതാരോ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയിനി, അതിൻ്റെ ശേഷമായിരിക്കും ചിലപ്പോൾ ഈ മുടിയിൽ ഇങ്ങനെ ആവാൻ വന്നിട്ടുണ്ടാവുക. അങ്ങനെ ഈ 3 ലോകത്തെയും ഉള്ളിലടക്കുന്നത് പോലുള്ള ഈ ഭീകര ജീവി എന്തായി? 3 ലോകത്തെയും ഉള്ളിലടക്കുകയും ചെയ്തു. അങ്ങനെ ത്വഷ്ടാവിൻ്റെ ആഹൂതിയിൽ നിന്ന് ഉണ്ടായതിനാൽ ത്വാഷ്ട്രൻ എന്ന പേരും കൂടി ആര് കിട്ടു? ഈ ഉത്ഭവിച്ച് ഏനാവൃത ഇമേ ലോകസ്തമസ ത്വഷ്ട്രാമൂർത്തിന സവൈ വൃതി വൃത്ര ഇതി പ്രോക്ത. മുഴുവൻ ഇരുട്ട് പകർന്നതുകൊണ്ട് ഇത് പോകും, ഈ ത്വഷ്ട്രാവ് പോകുന്ന ഭാഗമെല്ലാം ഇരുടാണ്. അതുകൊണ്ട് എന്ത് പേരിട്ടു? വൃത്രൻ എന്ന് പേരിട്ടു എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം ഇപ്പം പോകുമ്പോൾ ഇരുടാക്കിയിട്ട് തന്നെയാണ് പോകുന്നത്, ആരോടും മിണ്ടൂല അല്ലേ. പണ്ടേയുള്ള വൈരാഗ്യമെല്ലാം അങ്ങനെ തന്നെ വെച്ച് പോകും. ഇപ്പോൾ ഏതാണ്ട് നമ്മളൊക്കെ ഏതാണ്ട് ത്വഷ്ട്രാവിൻ്റെ വേറൊരു അവസ്ഥയായിട്ടാണ് പറയേണ്ടത്. അങ്ങനെ നമുക്ക് ഓരോ പേര് വരുമ്പോൾ അങ്ങനെയല്ലേ. നാരസിംഹ വപു ശ്രീമാൻ കേശവ പുരുഷോത്തമ എന്ന് പറയാറുണ്ട് അല്ലേ. സഹസ്രനാമത്തിൽ വിളിക്കുന്ന പേരാണ്. നരൻ്റെയും സിംഹത്തിൻ്റെയും അവയവങ്ങൾ ആരുടെ ശരീരത്തിൽ കാണപ്പെടുന്നോ അത് നരസിംഹം. പിന്നെയോ ശ്രീമാൻ എന്നാണ്. സദാകാലം ശ്രീ ഐശ്വര്യം വിഷ്ണുവിൽ ഇരിക്കുന്നത് കൊണ്ട് ഭഗവാനെ വിളിച്ച പേരാണ് ശ്രീമാൻ അല്ലേ. കേശവൻ, ധാരാളം മുടിയുള്ളതുകൊണ്ടാണ് സഹസ്രനാമത്തിൽ ഭഗവാനെ കേശവൻ എന്ന് വിളിച്ചത്. ഇവിടെ ത്വഷ്ട്രാവ് എന്ന് വിളിച്ചു, വൃത്രൻ എന്ന് വിളിക്കാൻ കാരണം മുഴുവൻ ഇരുട്ട് പകർന്നത് കൊണ്ടാണ് ഈ സ്വരൂപത്തിന് എന്ത് പേരിട്ട് കൊടുത്തത്? വൃത്രൻ എന്ന് പേരിട്ട് കൊടുത്തത്. അങ്ങനെ ആരുടെ ശരീരത്തിലാണോ കാണപ്പെടുന്നത് അതുപോലെ കേശവൻ മൂർത്തിമത്തായിരിക്കുന്ന അന്ധകാരമെന്ന പോലെ ഇരിക്കുന്ന ആ ദേഹത്തിൽ നിന്നുണ്ടായ വർണ്ണവ്യാപ്തി ഈ ലോകത്തെ മുഴുവൻ മറക്കപ്പെട്ടതോടുകൂടിയാണ് ഇതിന് വൃത്രൻ എന്ന് പേരിട്ടതെന്നും ഈ രൂപത്തിലുള്ള വൃത്രനെ കാണുമ്പം തന്നെ എല്ലാവരും യുദ്ധത്തിന് ഒരുങ്ങാൻ തുടങ്ങി. വൃത്രനെ കണ്ടതോടുകൂടി തന്നെ ദേവന്മാരൊക്കെ യുദ്ധത്തിന് ഇറങ്ങിത്തുടങ്ങി. അങ്ങനെ അഗ്രസത്താനി കൃഷ്ണശ, അവൻ്റെ നേർക്ക് കണ്ടുപോകുന്ന ആയുധങ്ങളെല്ലാം വൃത്രൻ എന്ത് ചെയ്യും? ആ ആയുധമെല്ലാം വൃത്രൻ വിഴുങ്ങും. എന്താ കാരണം? ഇതത്രയും വലുതാണ് അല്ലേ. നമ്മളൊക്കെ അങ്ങനെയാണ്, പ്രഷറുണ്ട് ഷുഗറുണ്ട് എന്നെല്ലാം പറഞ്ഞാലും മുമ്പിൽ എത്ര മധുരമുള്ള ഭക്ഷണം കിട്ടിയാലും നമ്മൾ ആരും കഴിക്കാനെടുക്കലുണ്ടാ? ഇല്ല. എന്താ പറയുക? മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നാലും ലേശം പായസമായി കൂട്ടുന്നു അല്ലേ. ചില സമയത്ത് നമ്മളെല്ലാം എന്തായി പോവും? വൃത്രനാവും. എന്താ കാരണം? കണ്ടതെല്ലാം നമ്മളങ്ങ് കഴിക്കും. ഇത് തത്വമേ എടുക്കണ്ടോ, കഥയിൽ നിന്നൊരു തത്വത്തിലേക്ക് നമുക്ക് പോകണം. അങ്ങനെ ഈ രൂപത്തിലുള്ള ഇത് കണ്ടപ്പോൾ പ്രത്യഞ്ചമാതി പുരുഷം ഉപത്യസ്ത സമാഹിത, ഏകാഗ്രചിത്തനായിക്കൊണ്ട് ആദി പുരുഷനായിരിക്കുന്ന സർവന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ ഇത് കണ്ടതായ ഇന്ദ്രാദി ദേവന്മാരുടെ ആയുധങ്ങളും എല്ലാവരും വിഴുങ്ങാൻ തുടങ്ങി. എല്ലാവരും വിഴുങ്ങാൻ തുടങ്ങിയ പിന്നെ എന്തിനു വഴി? ഭഗവാന്റെ അടുത്തേക്ക് പോകണം. എന്ത് ചെയ്തു? ഇന്ദ്രാദി ദേവന്മാരെല്ലാം കൂടി സാക്ഷാൽ ഭഗവാനെ പ്രത്യഞ്ചാതി പുരുഷം ഉപത്യസ്തു സമാഹിത, ഏകാഗ്രചിത്തന്മാരായിക്കൊണ്ട് എല്ലാവരും കൂടി ഭഗവാനെ അങ്ങനെ സ്മരിക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടത്തെ നമസ്തേ വിസ്മിത സർവേ വിഷണ്ണഗ്രസ്ത തേജസ പ്രത്യഞ്ചമാതി പുരുഷം ഉപതസ്തു സമാഹിത. ഏകനായിരിക്കുന്ന വൃത്രാസുരൻ്റെ സർവ്വദേവന്മാരുടെയും തേജസ്സിനെ വരെ ഈ അസുരൻ വൃത്രൻ എല്ലാവരുടെ തേജസ്സിനെ വരെ എടുക്കാൻ തുടങ്ങി. ഇങ്ങനെ തേജസ്സിനെയും ആയുധവും എല്ലാം പോയ സമയത്താണ് ഇന്ദ്രാദി ദേവന്മാരെല്ലാം കൂടി വായു അംബര അഗ്നി പക്ഷി ത്രയസ്ത്രിലോക ബ്രഹ്മാദയോ അങ്ങനെ വായുവാദി പഞ്ചഭൂതങ്ങളും അവയുടെ സമ്മേളനത്തിലുണ്ടായിരിക്കുന്ന 3 ലോകങ്ങളിലുള്ള സകല പ്രാണികളും അവരവരുടെ ഉത്പത്തി സ്ഥിതിലയങ്ങൾക്ക് കാരണബോധനായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ മുഴുവൻ പൂർണ്ണതയായിരിക്കുന്ന ദേവനെ അങ്ങനെ ഭജിക്കാൻ തുടങ്ങി. അവിസ്മിതം തം പരിപൂർണ കാമ സ്വേനൈവ ലാഭേന സമം പ്രശാന്തം വിനോപസർപ്പത്യ പരം ഹി ബലിഷ. ഇങ്ങനെ സ്മരിക്കാൻ വേണ്ടി തുടങ്ങി. രക്ഷക്കായി ഇനി വേറെ ആരുമില്ല. ബ്രഹ്മാദി ദേവന്മാരെല്ലാം നമ്മെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ദേവന്മാരുടെ ഒക്കെ എല്ലാം കൂട്ടമായി ചേർന്ന് ബിഭേദി യസ്മാ തരണം തതോ നഹ, യാതൊരുവനിൽ നിന്ന് ഭയപ്പെടുന്നുവോ അവനിൽ നിന്ന് ആ ഭയമില്ലാതെ കണ്ടിരിക്കാൻ ആ പരമേശ്വരൻ, ആ ബ്രഹ്മാദി ചൈതന്യങ്ങൾ നമ്മെ അനുഗ്രഹിക്കണേ എന്ന് ആര്? ദേവ സമൂഹം മുഴുവൻ ദേവന്മാരോട് പ്രാർത്ഥിക്കുകയാണ്. ആ പരമേശ്വരനിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ കിട്ടണം. പ്രാർത്ഥനയും ശ്രദ്ധിക്കണേ, പ്രാർത്ഥന കൊണ്ട് മാത്രം ഈ ലോകത്തൊന്നും നേടാൻ പറ്റില്ല. പ്രാർത്ഥനയും അതോടുകൂടി എന്തും കൂടി വേണം?
പ്രയത്നവും കൂടി വേണം. എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ദേവനോട് പറയാണ്, ഈ മുഴുവൻ ഉപാധികളെയും സംരക്ഷിക്കുന്ന ചൈതന്യങ്ങൾ നമ്മെ അനുഗ്രഹിക്കണം, ഇല്ലെങ്കിൽ ഈ വൃത്രാസുരൻ നമ്മളെല്ലാം വധിക്കും. അതുകൊണ്ട് ഇതാ അങ്ങയെ പ്രാർത്ഥിക്കുകയാണ്. ദേവന്മാർ വീണ്ടും വീണ്ടും സ്തുതിച്ച് 4 കൈകളോടുകൂടി ശംഖചക്ര ഗദാധാരിയായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചപ്പോൾ അവിടെ പറയാണ്, 16 പാർശ്വതന്മാരോട് കൂടിയാണ് ഭഗവാൻ ദേവ സമൂഹത്തിൻ്റെ മുമ്പിൽ, ഇന്ദ്രാദി ദേവന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്താ പറഞ്ഞത്? നമസ്തേ യജ്ഞവീര്യായ വയസ്സേ ഉതത്തേ നമ, നമസ്തേ ഹ്യസ്തചക്രായ നമ സുഹൂരതയെ. യജ്ഞാദി കർമ്മങ്ങളുടെ ഫലത്തെ നൽകുന്നവനും കാലസ്വരൂപനുമായിരിക്കുന്ന ദേവന്മാരായ ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അസുരന്മാരിൽ നിന്ന് ചക്രായുധം പലതും അങ്ങ് ഉപയോഗിച്ച് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർദ്ധിച്ച് ഓരോ സമയത്തും ഒരു ശരത്തിൻ്റെ നീളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വൃത്രാസുരനെ വധിക്കാൻ അങ്ങ് നമ്മുടെ മുൻപിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് എല്ലാം പരിഹരിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുകയും, നമ്മളെല്ലാം ഗുരുവായൂരപ്പൻ്റെ അടുത്തും പെരുന്തട്ടയിലെ മഹാദേവൻ്റെ അടുത്തും ചോറ്റാനിക്കരിയും ശബരിമലക്കൊക്കെ പോകുമ്പം ഇന്ദ്രാദി ദേവന്മാരും ഇവിടെ പോകുന്നുണ്ട്, ദേവന്മാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്താ മനസ്സിലാക്കേണ്ടത്? ധാരാളം ഈശ്വരന്മാർ നമുക്കില്ലേ എന്ന് ചോദിച്ച് നമ്മളോട് കളിയാക്കുന്നവരോട് നമ്മൾ ഒറ്റയൊന്നേ പറയണ്ടു, ഒരുപാട് ഈശ്വരന്മാരെ തന്നത് ഒന്നിലേക്ക് എത്താനാണ്, അല്ലേ? ഏകമായ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ട് കണ്ടാൽ മതി. ഗണപതിനെയും സുബ്രഹ്മണ്യനെയും അയ്യപ്പനെയും ഒക്കെ കാണുന്നത് ഒന്നിലേക്ക് എത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചതിന് ശേഷം അധോ ഈശ ജഹിത്വഷ്ട്രം ഗ്രസന്തം ഭുവനത്രയം ഗ്രസ്താനി ന കൃഷ്ണ തേജാംസി സ്ത്രീയായുധാനിച്ച. ഈശ്വരൻ 3 ലോകങ്ങളെയും വിഴുങ്ങാൻ ഭവിക്കുന്ന ഈ വൃത്രാസുരനെ കാലതാമസം കൂടാതെ അങ്ങ് വന്ന് ഹനിച്ചാലും. ദേവൻ അസുരൻ, ദേവൻ എന്ന് പറഞ്ഞാൽ ദേവോ ദ്യോതനാഥ്, സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ദേവൻ എന്ന് വിളിക്കും. അസുരൻ എന്ന് പറഞ്ഞാൽ, അസു എന്ന് പറഞ്ഞാൽ കണ്ണുനീര് നർത്ഥമുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കണ്ണുനീര് വീഴാൻ കാരണക്കാരായവരൊക്കെ അസുരനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ആരാകരുത്? അസുരനാകരുത്. അറിഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരാളുടെ കണ്ണുനീര് വീഴ്ത്താൻ എപ്പോഴെങ്കിലും കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ആരാണ്? അസുരനാണ്. അതുകൊണ്ട് ദേവോ ദ്യോതനാഥ്, സ്വയം പ്രകാശിച്ച് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നുണ്ട് ദേവൻ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് എന്താ പറയുന്നത്? അങ്ങ് വന്നിട്ട് ഈ വൃത്രാസുരനെ വധിക്കണം. അപ്പോൾ ഭഗവാൻ തിരിച്ചു പറയുകയാണേ, എന്നെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സങ്കടം വരില്ല. ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ എന്തില്ല? ആ ഭഗവാൻ സങ്കടം തരില്ല. ഭഗവാൻ എന്ത് ചെയ്തോളും? അവരെ പ്രീതിപ്പെടുത്തിക്കോളും. ഇവിടെ നമുക്കൊക്കെ സംശയത്തിൻ്റെ മുകളിൽ നമ്മൾ ഈശ്വരനെ വിളിക്കും. എന്ത് വേണം? ഏകദേവോ ശിവോവ കൃഷ്ണോന്നാണ്. കൃഷ്ണനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഉറക്കെ വിളിച്ചോളണം, ശിവനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഉറക്കെ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിലല്ല, ഉറച്ച് വിളിച്ചോളണം. നമുക്ക് ഇഷ്ടമുള്ള ഈശ്വരനെ നമുക്ക് വിളിക്കാം, ഇഷ്ടമുള്ള ഈശ്വരിയെ വിളിക്കാം. പക്ഷെ വിളിക്കുമ്പോൾ എന്ത് വേണം? അതിലങ്ങനെ മനസ്സ് ഉറച്ച് നമുക്ക് വിളിക്കാൻ പറ്റണം. ഇവിടെ ഇന്ദ്രാദി ദേവന്മാർ മുഴുവൻ പോയി ഭഗവാനെ ഭജിച്ചപ്പോൾ ഭഗവാൻ തിരിച്ചു പറയാണ്. 9-ാമത്തെ അധ്യായത്തിലെ 50-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. 9-ാമത്തെ അധ്യായത്തിൽ 50-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഈ ആരൊക്കെ എന്നെ വന്ന് പ്രാർത്ഥിച്ചോ അവർക്ക് ഞാൻ വിജയം കൊടുത്തോളും. അത് കഴിഞ്ഞതിന് ശേഷം ഇനിയൊരു ഉപാധി വേണം. ഈ വൃത്രാസുരനെ അങ്ങനെ പെട്ടെന്നൊന്നും വധിക്കാൻ കഴിയില്ല. ഇവിടെ പറയാണ് 50-ാമത്തെ ശ്ലോകത്തിൽ, ഭഗവാൻ യാതഭദ്രം വോ ദദ്യഞ്ച ഋഷി സത്തമം വിദ്യാവ്രത തപസ്സാരം ഗാത്രം യാചത മാചിര്യം. എന്താ വേണ്ടത്? വൃത്രാസുരനെ വധിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ദ്രാദി ദേവന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ വേഗം പോയി ദദ്യങ് മഹർഷിയെ കാണണം. ദദീചി എന്ന് പറയും. അങ്ങനെ ദദ്യങ് മഹർഷിയെ പോയി കണ്ടിട്ട് അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? വിദ്യാവ്രത തപസ്സാരം ഗാത്രം. ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരം. എങ്ങനെയുള്ള ശരീര? വിദ്യക്ക്, വ്രതത്തിന്, തപസ്സിന്, ഇത് മാത്രം ചെയ്യുന്നൊരു ശരീരമാണ് ആരത്? ദദ്യങ് മഹർഷിയുടേത്. വിദ്യ ശേഖരിച്ചുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെയോ തപസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെയോ വ്രതമെല്ലാം എടുക്കും. നമ്മളാകെ ഒരു വ്രതം എടുക്കൽ
ഏകാദശി വ്രതം, ഗുരുവായൂർ ഏകാദശിയാണ്, അത് എടുക്കണം എന്നല്ലാണ്ട് അതിനപ്പുറത്തൊരു ഏകാദശി വ്രതം. ഒരു കൊല്ലം 24-25 ഏകാദശിയൊക്കെ ഒരു വർഷം വരുന്നാണ് പറയുന്നത്, തിഥി വ്യത്യാസം കൊണ്ട്. ഏത് വ്രതം നമ്മൾ എടുത്തില്ലെങ്കിലും ഏത് വ്രതം എടുക്കണം? ഏകാദശി വ്രതം എടുക്കണം. പക്ഷേ ഇവിടെ ദദ്യൻ മഹർഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വിദ്യ, അതുപോലെ തന്നെ വ്രതം, അതുപോലെ തപസ്, ഇത് മാത്രം ഉൾക്കൊണ്ട ഒരു ശരീരമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്രകാരം ഭഗവാൻ ഉപദേശിക്കുകയാണ്. ശത്രുപീഡ നിമിത്തം സന്തോഷപൂർവ്വം അംഗീകരിക്കാതിരിക്കുന്ന ദേവന്മാരോട് വൃത്രനെ വധിക്കാനുള്ള ഉപദേശം പുറത്തിട്ട് പറയാണ്, നിങ്ങൾക്ക് വേഗം മംഗളം സംഭവിക്കും. നിങ്ങളെന്താ വേണ്ടെന്നറിയോ? ഋഷികളിൽ വെച്ച് സത്തമനായിരിക്കുന്ന ദദ്യൻ ഋഷിയെ പ്രാപിച്ചിട്ട് ഉപാസനയും വ്രതവും തപസ്സും മാത്രമുള്ള അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അസ്ഥി കൊണ്ട് എന്ത് വേണം? വജ്രായുധം ഉണ്ടാക്കണം. അപ്പോൾ ദേവേന്ദ്രനാകെ സംശയമായി. ആകെ എന്തെങ്കിലും ചോദിച്ചാൽ ആരും കൊടുക്കലില്ല, കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും കിട്ടണം. ഇവിടെ ഇപ്പം ചോദിക്കേണ്ടതെന്നാ ആ ശരീരത്തിൽ നിന്ന് ആ എല്ല് അസ്ഥി ഇങ്ങ് തരണം എന്നാണ് പറയേണ്ടത് അല്ലേ? ഇവിടെ ബ്ലഡ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കൽ നെറ്റിൽ ചാർജ് ഉണ്ടോ, അപ്പം ഫോട്ടോ എടുത്തിട്ട് ബ്ലഡ് ദാനം ചെയ്ത് കാണിക്കാൻ പറ്റുമെന്നാണ് നോക്കലല്ലേ? എല്ലാവരും ബ്ലഡും ദാനം ചെയ്യലുണ്ട്, കണ്ണും ദാനം ചെയ്യലുണ്ട്. കണ്ണ് ദാനം ചെയ്യുന്നതിന് മുമ്പേ എഴുതി കൊടുക്കും പത്രത്തിൽ, ഞാൻ നാളെ കണ്ണ് ദാനം ചെയ്യുന്നു. ആ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? ദദ്യൻ മഹർഷിയോട് പറഞ്ഞു, ഇങ്ങനെയാണേ, സവാ അധികതോ ദദ്യൻ അശുഭ്യം ബ്രഹ്മനിഷ്കളം യദ്വാ അശ്വശിരോ നാമ തയോരമരതാം വ്യഥാത്. അതുകൊണ്ട് എന്താ വേണ്ടത്? നിഷ്കളമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്ന ദദ്യൻ മഹർഷിയുടെ ഈ ശരീരം വേണം. പക്ഷേ അതങ്ങനെയൊന്നും ആരും ചോദിച്ചാൽ തരൂല. പക്ഷെ ഒരാളോട് ചോദിച്ചാൽ തരും. അതാരാന്ന് ചോദിച്ചാൽ അശ്വിനി ദേവന്മാരോട് ചോദിക്കണം. അപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു, ഇനിയിപ്പം നിങ്ങളെങ്ങനെ ഇപ്പോൾ അശ്വിനി ദേവന്മാരോട് പോയിട്ട് ചോദിക്കുക? ഇന്ദ്രൻ പണ്ട് ഈ ദേവനെയും പരിഹസിച്ചിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് ചോദിക്കാൻ കഴിയും. ദദ്യൻ മഹർഷീനെ മുൻപ് ഒരു സന്ദർഭത്തിൽ ഇന്ദ്രൻ അപഹസിക്കുന്നുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഇനിയിപ്പം പോയിട്ട് ചോദിക്കാൻ കഴിയുക അല്ലേ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ, നേരിട്ട് പോണ്ട, അശ്വിനി ദേവന്മാരോട് പറഞ്ഞാൽ അശ്വിനി ദേവന്മാർ ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല, ദദ്യൻ മഹർഷി എന്ത് ചെയ്യും? തൻ്റെ ശരീരം തരും. അതെന്തേ അങ്ങനെ? സ്നേഹമുള്ളവർ ചോദിച്ചാൽ ആരും എന്തും കൊടുക്കും അല്ലേ? നമ്മളങ്ങനെയാണ്. നമ്മളെ കയ്യിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒന്നിക്ക് നല്ല സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്തും എഴുതി കൊടുക്കും അല്ലേ? ഇപ്പോൾ സ്ഥലവും ഭൂമിയും ഭവനെല്ലാം എഴുതി കൊടുത്തിട്ട് പിറ്റത്തെ ദിവസം വൃദ്ധസദനത്തിലേക്ക് പോവുകയെന്ന ആൾക്കാർ. പിന്നെ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, മക്കളും ഇല്ല അല്ലേ? പക്ഷെ അശ്വിനി ദേവന്മാർ പോയി ചോദിച്ചാൽ എന്തായാലും ദദീജി മഹർഷി കൈവടിയിൽ. എന്താ കാരണം? മുൻപ് ഇതുപോലെ അശ്വിനി ദേവന്മാർ ഇവിടെ പോയി ചോദിച്ച സമയത്ത് ഒരു വരം കൊടുത്തിട്ടുണ്ട്. ഈ പേര് വരാൻ തന്നെ കാരണം അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? നിഷ്കളമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്ന ദദ്യൻ മഹർഷി അശ്വിനി ദേവന്മാർക്ക് അശ്വശിരസ് എന്നു പേരായ മന്ത്രത്തെ കൊടുത്തിട്ടുണ്ട്. അശ്വശിരസിൻ്റെ മന്ത്രത്തിൻ്റെ പ്രത്യേകത, നേരത്തെ നാരായണ കവചത്തിൻ്റെ പ്രത്യേകത എനിക്ക് മുൻപുള്ള ആചാര്യ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ പറയുന്നത് അശ്വശിരസ് എന്ന് പറയുന്ന മന്ത്രത്തിൻ്റെ പ്രത്യേകത നാശമില്ലാതെ മുൻപോട്ടേക്ക് പോകാനാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ജ്യോതിഷമായതുകൊണ്ട് പറയല്ലോ കേട്ടോ, അച്ഛനമ്മയും വന്നാൽ ആദ്യം പറയും, എൻ്റെ മോൻ തീരെ പഠിക്കുന്നില്ല, പഠിക്കാൻ ഒരു യന്ത്രം എഴുതി തരുമെന്നാണ് ചോദിക്കല്ലോ. ഞാൻ പറയില്ല, നിങ്ങൾ ആദ്യം കുഞ്ഞു മോനോട് രാവിലെ ഒന്ന് എഴുന്നേറ്റിട്ട് വിദ്യാഗോപാലം മന്ത്രം ചൊല്ലാൻ പറ. ഈ യന്ത്രം ധരിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താ കാരണം? തപശക്തി സ്വയം കൂട്ടണം അല്ലേ? ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത്? അതുകൊണ്ട് എന്ത് വേണം? ഈ നാശമില്ലായ്മയായി നൽകിയ മഹാനാണ് ദദ്യൻ മഹർഷി. അങ്ങനെ അശ്വിനി ദേവന്മാർക്ക് നാശമില്ലാതിരിക്കാനുള്ള മന്ത്രം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊരു അഥർവ മന്ത്രം കൊടുക്കാൻ പോകുന്നത് ഇന്ദ്രൻ അറിഞ്ഞിട്ട് ദദ്യൻ മഹർഷീൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട്, ഇങ്ങനത്തെ മന്ത്രമൊന്നും അശ്വിനി ദേവന്മാർക്ക് കൊടുക്കരുത്, കൊടുത്താൽ ഞാൻ തലയിറക്കുമെന്ന് പറഞ്ഞു. എപ്പോഴും മുൻപൊരിക്കാം. അപ്പോൾ ദദ്യൻ മഹർഷി അശ്വിനി ദേവന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ദ്രൻ ഇപ്പോഴിവിടെ വന്ന് പോയതേ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് ഈ മന്ത്രം പറഞ്ഞു തന്നാൽ അയാൾ എൻ്റെ കഴുത്തറക്കുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അശ്വിനി ദേവന്മാർ തിരിച്ചു പറഞ്ഞു, അങ്ങ് അതിൽ പേടിക്കണ്ട, അങ്ങക്ക് ആദ്യം അശ്വത്തിൻ്റെ ശിരസ് വെച്ച് തരാം, അത് വധിച്ചിട്ട് ഇന്ദ്രൻ വന്ന് വധിച്ചാൽ പിന്നീട് അങ്ങയുടെ ശിരസ് പുനർജനിക്കാനുള്ള അനുഗ്രഹം നമ്മൾ തരാമെന്ന് പറഞ്ഞൊരു കഥയുണ്ട് ഇട. അതുകൊണ്ട് അശ്വിനി ദേവന്മാരെ അത്ര വിശ്വാസം ആർക്ക്?
ദദ്യങ് മഹർഷിക്ക്. അതുകൊണ്ട് ദദ്യങ് മഹർഷീൻ്റെ അടുത്ത് പോകാൻ ഏറ്റവും നല്ലത് അശ്വിനി ദേവന്മാരാണ്. അങ്ങനെ എന്ത് ചെയ്തു? ദദ്യങ് അഥർവാണസ്ത്വഷ്ട്രേ വർമാഭേദ്യം മതാത്മകം വിശ്വരൂപായ യത് പ്രാതത്വഷ്ട്ര. അതുകൊണ്ട് വേഗം എന്ത് ചെയ്തു? അശ്വിനി ദേവന്മാരെ സാക്ഷി നിർത്തിയിട്ട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. തസ്മിൻ വിനിഹിതേ യൂയം. ശ്രദ്ധിക്കണേ, നല്ലൊരു ഭാഗമാണ് അവിടെ പറഞ്ഞു തരുന്നത് നമുക്ക്. അവിടെ പറയാം, യുഷ്മാഭ്യം യാജിതോ അശ്വിഭ്യാം ധർമ്മജ്ഞോ അംഗാനി ദാസ്യതി. അവിടെ പറയുന്നത്, അത്ര സാരമായിരിക്കുന്ന ഈ ശരീരത്തെ അദ്ദേഹം ഞങ്ങൾക്ക് തരുമോ എന്ന് ശങ്കിക്കണ്ട. കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ അശ്വിനി ദേവന്മാർ യാചിച്ചാൽ പോയാൽ തരും. കാരണം സ്നേഹമുള്ളവർ ചോദിച്ചാൽ എന്തും കൊടുക്കും. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ശരീരത്തെ കൂടി ഉപേക്ഷിക്കാൻ ധർമ്മമാണ് എന്നുള്ള ബോധം ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി തോന്നും. അതുകൊണ്ട് ശരീരത്തെ കൂടി ഉപേക്ഷിക്കുന്ന ധർമ്മം എന്നുള്ള ബോധം നിമിത്തം നിങ്ങൾക്ക് ആ മുനി എന്ത് ചെയ്യും? ശരീരം തരും. അതുകൊണ്ട് ആ ശരീരം വാങ്ങിച്ചിട്ട് എന്ത് വേണം? നേരെ വിശ്വകർമാവിൻ്റെ അടുത്ത് പോകണം. ആ വിശ്വകർമാവ് ഈ അസ്ഥി കൊണ്ട് എന്തുണ്ടാക്കും? വജ്രായുധമുണ്ടാക്കും. തസ്മിൻ വിനിഹിതേ യൂയം ഹിംസന്തിച്ച മത്പരാൻ. അതുകൊണ്ട് നിങ്ങളാൽ വൃത്രാസുരൻ എന്ത് ചെയ്യും? അവനാൽ വധിക്കപ്പെടും. അതുകൊണ്ട് ഇന്ദ്രനാൽ എന്ത് ചെയ്യും? ഈ ദധീജി മഹർഷിയുടെ അസ്ഥി ഉപയോഗിച്ച് വജ്രായുധമുണ്ടാക്കി ആ വജ്രായുധം കൊണ്ട് വൃത്രാസുരൻ മരിക്കാനിട വരുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം കഴിഞ്ഞാൽ 10ാമത്തെ അധ്യായമാണ്. ഇന്ദ്രമേവം സമാദിശ്യ ഭഗവാൻ വിശ്വഭാവന പശ്യതാമനിമിഷേണ തത്രൈവാന്തർദ്ധതേ ഹരി. അങ്ങനെ 10 അധ്യായത്തിൽ നിന്നും കഴിഞ്ഞതിന് ശേഷം അവിടെ പറയാണ്, ദേവസേനാസമന്വിതനായിരിക്കുന്ന ഇന്ദ്രൻ യുദ്ധം ചെയ്ത് വിവരിക്കുന്ന ലോകാനുഗ്രഹ തൽപരനായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി ഇന്ദ്രനോട് ഈ വിധം ആജ്ഞാപിക്കുകയും ചെയ്തു. അങ്ങനെ ഭഗവാന്റെ കാരുണ്യം അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നമുക്കെന്തും നേടാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വജ്രായുധമൊക്കെ കിട്ടിയതിന് ശേഷം യുദ്ധത്തിന് പോകുന്ന ഭാഗമാണ്. സവ അധികതോ നിഷ്കളങ്ക ബ്രഹ്മത്തെ അറിഞ്ഞ ദധീജി മഹർഷി അശ്വിനി ദേവന്മാർക്ക് അശ്വശിരസ് എന്ന് പേരായ മന്ത്രത്തെ കൊടുത്ത് നാശമില്ലായ്മ നൽകിയതിന് ശേഷം ദധീജി മഹർഷിയെ മഹാൻ എന്നാണ് വിളിക്കേണ്ടുന്ന. എന്താ ഈ മഹാൻ? നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് മഹാൻ എന്നുള്ളത് മഹാത്മാഗാന്ധിജിക്ക് അല്ലേ. പിന്നെ അതിനുശേഷം മഹാൻ നേടി അധികം കേട്ടിട്ടില്ല. ഈ മഹാൻ എന്ന് പറഞ്ഞാൽ പരാനുഗ്രഹത്തിന് വേണ്ടി സ്വന്തം ശരീരത്തെ നൽകുന്ന ആളെ വിളിക്കുന്ന പേരാണെന്ത്? മഹാൻ. അപ്പോൾ ദധീജി മഹർഷി ആരായി കഴിഞ്ഞു? മഹാനായി കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് മഹാനാകണമെങ്കിൽ എന്താ വേണ്ടത്? വേഗം ശരീരം കൊടുക്കുമല്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മറ്റുള്ളവരുടെ ദുഃഖം അറിഞ്ഞ് നമ്മൾ നീങ്ങുമ്പോഴും നമ്മൾ ആരായി മാറും? മഹാനാകും. നമുക്കും ആർക്കും ശ്രേഷ്ഠനാകാം, മഹാനാകാം. 3 കാര്യം ശ്രദ്ധിക്കേണ്ട പോലും. ആഹാരം, ആചാരം, അനുഷ്ഠാനം. ഈ 3 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ ആർക്കും ശ്രേഷ്ഠനാകാം. പക്ഷേ ആരും ആഹാരവും ആചാരവും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിച്ച് നമ്മൾ പോകൽ കുറവാണ്. അങ്ങനെ കർമ്മനിഷ്ഠയിലിരിക്കുന്ന ഞാൻ കർമ്മസമാപ്തി വരുത്തിയ ശേഷം ദദ്യങ് മഹർഷി പറയുകയാണേ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? കർമ്മസമാധിയിലിരിക്കാൻ പോവാണ്. ഞാൻ കർമ്മസമാധിയിലിരുന്നതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ അസ്ഥിയൊക്കെ എടുത്ത് അന്യരുടെ ദുഃഖം തീർക്കാൻ വേണ്ടി സ്വന്തം ശരീരം ഉപേക്ഷിക്കുന്ന ധർമ്മമെന്ന ബോധം നിമിത്തം ആ ധർമ്മബോധം ദദ്യങ് മഹർഷിക്കുണ്ടാകുകയും അങ്ങനെ വിശ്വകർമാവിൻ്റെ അടുത്തേക്ക് പോയതിന് ശേഷം വജ്രായുധം നിർമ്മിക്കുകയും അതിലൂടെ അങ്ങക്ക് വൃത്രൻ്റെ ശിരസ് നൽകാമെന്ന് പറയുകയും. ശ്രദ്ധിക്കണേ, സുഖം എന്നത് നമ്മൾ അനുഭവിക്കുമ്പോഴല്ല, മറ്റുള്ളവർക്ക് നമ്മൾ നൽകുമ്പോഴാണെന്നതിൻ്റെ പേരെന്ത്? സുഖം. അനുകൂലം തു വേദനീയം സുഖം, പ്രതികൂലം തു വേദനീയം ദുഃഖം. എന്താ സുഖം, എന്താ ദുഃഖം എന്ന് പറഞ്ഞാൽ അർത്ഥം, അനുകൂലമായി നമുക്ക് എന്ത് വന്നാലും നമ്മൾ അതിനിട്ട പേരെന്താ? സുഖം. പ്രതികൂലമായി നമുക്ക് എന്തെങ്കിലും വന്നാലോ? എന്നാലും ഞാൻ ആ 41ാമത്തെ ഭാഗവത സത്രത്തിന് കേൾക്കാൻ പോകുമ്പോൾ തന്നെ എൻ്റെ കാല് മുട്ടിയില്ലേ, ഞാനെന്തൊരു പാപ ചെയ്തതെന്ന്. അപ്പോൾ ഇട്ട പേര് പാപം അല്ലേ. ശ്രദ്ധിക്കണം, പാപം എന്ന് പറയുന്നൊരു അവസ്ഥയില്ല എന്നാണ് ശ്രേഷ്ഠന്മാരൊക്കെ പറയുന്നത്. എന്താ പാപം എന്ന് പറഞ്ഞാൽ അർത്ഥം പറയുന്നത്? കൃത്യനിഷ്ഠതയില്ലാതെ ജീവിക്കലും അവനവനെ അവഗണിക്കലുമാണ് പോലും ലോകത്തെ ഏറ്റവും വലിയ പാപം. ദദ്യങ് മഹർഷി എന്താ ചെയ്തത്? ചോദിച്ച ഉടനെ തന്നെ എന്ത് ചെയ്തു? ശരീരം കൊടുക്കാനുള്ള ബോധം വന്നു. എന്താ കാരണം പറഞ്ഞത് അവിടെ? അന്യരുടെ ദുഃഖം തീർക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ പോലും ത്യജിക്കാനുള്ള മനസ്സ് ആർക്കുണ്ട്?
ദധ്യൻ മഹർഷിക്കുണ്ട്. അപ്പം നമുക്കൊക്കെ ഇല്ലാതെ പോയതെന്താ? ഇപ്പം അപ്പുറത്ത് പോകുമ്പം കാണാം, ഊണ് കഴിക്കാൻ പോകുമ്പോൾ ഒരേറ്റ തള്ളാത്ത കൂടിയില്ല ആളുകൾ, എന്നിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഉറപ്പിച്ചോളണം ഈ സത്രയെ കേട്ടിട്ടില്ല എന്ന് തോന്നിപ്പോവും. എന്താ കാരണം? അവിടെ ഒന്നും ആ ഒരു ചിന്തയെ വരാണ്ടായിപ്പോവും. അങ്ങനെ പിന്തിരിഞ്ഞ് അങ്ങനെ യുദ്ധമൊക്കെ വളരെ ഗൗരവമായി വജ്രായുധമുണ്ടാക്കി യുദ്ധം വീണ്ടും തുടങ്ങി. പിന്തിരിഞ്ഞ് ഈ വൃത്രാസുരനെ കണ്ടിട്ട് കുറേ ആളുകളൊക്കെ തിരിഞ്ഞോടാൻ തുടങ്ങി. അപ്പോൾ പിന്തിരിഞ്ഞോടുന്നവരോട് യുദ്ധവേളയിൽ വെച്ചിട്ട് ഒരിക്കലും യുദ്ധം ചെയ്യാൻ പാടില്ല. വൃത്രൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. വൃത്രൻ അസുരനാണെങ്കിലും നല്ല അറിവ് നേടിയ ആളാണ്. നല്ല തത്വോപദേശം ഈ വൃത്രാസുര ചരിതത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ ദേവന്മാർ പിന്തിരിഞ്ഞോടുന്നവരുടെ നേർക്കും എന്ത് ചെയ്തു? യുദ്ധത്തിനൊരുങ്ങി. അപ്പോഴാ വൃത്രാസുരൻ പറയുന്ന ഒരിക്കലും പിന്തിരിഞ്ഞോടുന്നവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ വൃത്രാസുരനുമായിട്ടുള്ള യുദ്ധം ചെയ്തു. വൃത്രാസുരൻ അപ്പോൾ ഇന്ദ്രനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, കല്ല് ഇന്ദ്ര, നിൻ്റെ ഹൃദയമുണ്ടല്ല, കല്ല് തോറ്റുപോകും. എന്താ കാരണം? അത്ര കല്ലിനെ പോലും കടുപ്പമാണ് നിൻ്റെ ഹൃദയം. കാരണം എന്തേ? നീ സ്വന്തം ഗുരുവിനെ വധിച്ചു, ജ്യേഷ്ഠനെ വധിക്കാൻ വേണ്ടി നീ കൂട്ടുനിന്നു. അതുകൊണ്ട് ഇന്ന് നീ ഇനിയിടുന്ന് തിരിച്ചു പോകില്ല എന്നാണ് പറഞ്ഞത്, അല്ലേ? നമ്മളെല്ലാം ഇപ്പോൾ ഇതൊക്കെ നമ്മളാകെ കാണുന്നത് സിനിമയിലല്ലേ. വലിയ വലിയ ആളുകൾ വലിയ വലിയ ആൾക്കാരെ നോക്കിയിട്ട് പറയും, നിന്നെ ഇന്ന് ഞാൻ കൊല്ലുന്നു. വൃത്രാസുരൻ ആരോട് പറഞ്ഞു? ഇന്ദ്രനോട് പറഞ്ഞു, നീ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, നിൻ്റെ പോലെ തന്നെ ഹൃദയം ഈ ലോകത്ത് ആർക്കുമില്ല. ശ്രദ്ധിക്കണേ, ക്ഷേത്രത്തിൽ പോകുന്നത് കല്ല് പോലുള്ള വിഗ്രഹത്തെ കാണാനല്ല, കല്ല് പോലുള്ള നമ്മുടെ മനസ്സിനെ എന്താക്കി മാറ്റാനാ? വിഗ്രഹമാക്കി മാറ്റാനാണ് ഇവിടെ പോകുന്നത്, ക്ഷേത്രത്തിൽ പോകുന്നത്. എന്തിനാ ഇതിവിടെ പറയുന്നത്? കല്ല് പോലുള്ള ഹൃദയത്തെ മാറ്റിയെടുക്കണം. ഭാഗവത സത്രത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോഴും ഇത്തരം തത്വങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മൾ എന്താക്കി മാറ്റണം? അലിവുള്ള മനസ്സാക്കി മാറ്റണം. അങ്ങനെ ഗുരുവധത്തോട് ഇന്ദ്ര നീ എന്ത് ചെയ്തു? നീ ഗുരുവിനെ വധിച്ചനെ. ആ ഗുരുവിനെ വധിച്ചതോടുകൂടി നിൻ്റെ ലക്ഷ്മിത്വം, നിൻ്റെ ലജ്ജ, നിൻ്റെ ദയ, നിൻ്റെ കീർത്തി എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കണേ, ശങ്കരാചാര്യർ ചൊല്ലിയ ശ്ലോകം ഗുരുവാഷ്ടകം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ സത്രത്തിൽ വന്ന അമ്മമാരായാലും കുട്ടികളായാലും വലിയവരായാലും കുട്ടികളോട് പറയണം, ഈ ഗുരുവാഷ്ടകം പഠിക്കണമെന്ന്. ഇപ്പോൾ ഗുരു എങ്ങനെയാണെന്ന് വെച്ചാൽ പറയൽ, എൻ്റെ മാഷ് എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയാണ്. എപ്പോൾ ഒരു ഗുരു സുഹൃത്താവുക? ഒരിക്കലും ആവാൻ പാടില്ല. എന്താണ് ഗുരുവാഷ്ടകം പറഞ്ഞു തന്നത്? ശരീരം സ്വരൂപം തഥാവാ കളത്രം യശശ്ചാരുചിത്രം ധനം മേരുതുല്യം ഗുരോരംഗ്രിപത്നി മനശ്ചേന്നലഗ്നം തതക്കിം 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 എന്നാണ്. കാണാൻ നല്ല ഭംഗി, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, മേരുതുല്യത്തോളം ധനം സമാഹരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായാലും ശരീരം സ്വരൂപം തഥാവാ കളത്രം യശശ്ചാരുചിത്രം ധനം മേരുതുല്യം ഗുരോരംഗ്രിപത്നി മനശ്ചേന്നലഗ്നം തതക്കിം തതക്കിം തതക്കിം. ഈ ലോകത്ത് എന്തൊക്കെ നേടിയാലും ഏറ്റവും കൂടുതൽ നേടേണ്ടത് ഗുരുവിൻ്റെ പാദമാണ്. ഈ 41ാമത് സത്രവേദിയിലേക്ക് കയറുമ്പോഴും ഗുരുവിനെ സ്മരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത്. ആ ഗുരുവില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അല്ലേ? ആദ്യത്തെ ഗുരുവായിട്ട് നമുക്ക് അമ്മയെ കാണാം, വിദ്യ പഠിപ്പിച്ച ആളെയൊക്കെ ഗുരുവായി കാണാം. ഇന്ദ്രനോട് എന്താ പറഞ്ഞത്? ഇന്ദ്ര, നിൻ്റെത് കല്ല് പോലുള്ള മനസ്സാണ്. കാരണം സ്വന്തം ഗുരുവിനെ വധിച്ചതാ, അല്ലേ? ഇന്നത്തെ കാലഘട്ടം അതാണ്. ലബ്ധവിദ്യ ഗുരുദ്വേഷി, ലബ്ധ ഭാര്യസ്തു മാതരം, ലബ്ധപുത്രോ പതിനാരി, ലബ്ധാരോഗ്യ ചികിത്സകം, അല്ലേ? ഒരു നല്ല വിദ്യ കിട്ടിയാൽ ഗുരുനാഥനെ ത്യജിക്കുന്ന കാലഘട്ടം. ഭാര്യയ്ക്ക് ഭർത്താവിനെ കിട്ടിയാൽ പിന്നെ അമ്മേനെ വേണ്ട, മകന് ഭാര്യയെ കിട്ടിയാൽ പിന്നെ അമ്മേനെ വേണ്ട, അല്ലേ? ഒരേ അസുഖം, പോകുന്നേ ഇല്ല, ചികിത്സിച്ചിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ചോദിച്ചു, സത്രവേദിയിൽ വന്നപ്പോൾ പറഞ്ഞു, പരസ്പരം കണ്ടു, ഈ അസുഖം പോകുന്നില്ല, എന്നാ വേണ്ട? അതാ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ഒരു നല്ല വൈദ്യരുണ്ട്, അവിടെ പോയിട്ട് ഒന്ന് കാണിച്ചു നോക്കുന്നു. അതെയാ? ആ, പോയി കാണിച്ചു. 4-5 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഗുരുവായൂരപ്പൻ്റെ മുമ്പൊന്ന് കണ്ടു. എന്തുണ്ട് അസുഖം? കുഴപ്പമില്ല, എൻ്റെ സമയഗുണം കൊണ്ട് നേരെയായിരുന്നു. അപ്പോഴും ആർക്ക് പേരില്ല? ആ വൈദ്യം തന്ന മരുന്ന് കൊണ്ടാന്ന് പറഞ്ഞെങ്കിൽ എന്താവും? ഈ വൈദ്യനെക്കുറിച്ച് ഞാനും നിങ്ങളും അറിയല്ലേ? ലബ്ധവിദ്യ ഗുരുദ്വേഷി, ലബ്ധമാര്യസ്തു മാതരം, ലബ്ധപുത്രോ പതിനാരിം, ലബ്ധാരോഗ്യ ചികിത്സക, അല്ലെ? ചികിത്സ കിട്ടിയാൽ വൈദ്യനെ ദേഷിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അവിടെയാണ് ഇന്ദ്രനോട് പറയുന്നത്, കല്ല് പോലുള്ള നിൻ്റെ മനസ്സുകൊണ്ടാണ് നീ എന്ത് ചെയ്തത്?
ഈ ഗുരുവിനെ വധിച്ചത്. ഈ ഗുരുവിനെ വധിച്ചത് കൊണ്ട് എന്താണ്? നിനക്ക് ദയയില്ല, കീർത്തിയില്ല, ലക്ഷ്മിയില്ല, ലജ്ജ നിൻ്റെ കീഴിൽ നിനക്കൊന്നും ഇല്ല. അതുകൊണ്ട് എന്താ പറഞ്ഞു വരുന്നത്? ഒരിക്കലും ഗുരുവധം ജീവിതത്തിൽ ചെയ്യരുത്. ആ ഗുരു അമ്മ ഗുരുവാണ്, അച്ഛൻ ഗുരുവാണ്, വിദ്യ പഠിപ്പിച്ച ആൾ ഗുരുവാണ്. അപ്പോൾ ഗുരുസ്മരണ ഈ ജീവിതത്തിൽ നമുക്കുണ്ടാകണമെന്ന് വൃത്രാസുരൻ്റെ തത്വത്തിലൂടെ ഈശ്വര സ്വരൂപികളെ നമുക്ക് പറഞ്ഞു തരികയാണ്. കൃത്യം 11:59. അതുകൊണ്ട് വൃത്രാസുരൻ വീണ്ടും പറയാണ്, എന്നെ വധിച്ചിട്ട് നീ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യിക്കണം. കാരണം എന്താ? ഏത് പക്ഷത്തിലാണോ, ശ്രദ്ധിക്കണേ, ഏത് പക്ഷത്തിലാണോ ഭഗവാനുള്ളത്, ഭഗവാനുള്ള പക്ഷം ജയിക്കും. അല്ലേ? ധാരാളം തത്വങ്ങളും കഥകളും നമുക്കറിയാം. ഭഗവാൻ ആരുടെ കൂടെയാണോ അവരുടെ കൂടെയാണ് വിജയം. അതുകൊണ്ട് എന്താ വേണ്ടത്? പക്ഷെ ഒരു കാര്യമുണ്ട്, നിൻ്റെ കൂടെ ഭഗവാനുണ്ട്, നീ വിജയിക്കുന്ന ഉറപ്പാണ്. ആരാ പറയുന്നത്? വൃത്രാസുരൻ ഇന്ദ്രനോട് പറയാന്നേ. എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മളാണെങ്കിൽ പറയാം. നമ്മളെന്താ വെച്ചാൽ പറഞ്ഞു കൊടുക്കുന്നില്ല നീ ജയിക്കുമെന്നല്ലേ. നമ്മൾ പരമാവധി ഞാൻ ജയിക്കും തന്നെയാണ് പറയാം. പക്ഷേ വൃത്രാസുരൻ ഇന്ദ്രനോട് പറഞ്ഞ്, നിൻ്റെ പക്ഷത്ത് ഈശ്വരൻ ഉള്ളതുകൊണ്ട് നീ എന്ത് ചെയ്യും? ജയിക്കും. കാരണം അങ്ങയുടെ പക്ഷത്ത് ശ്രീഹരി കൂടെയുണ്ട്. എങ്കിലും അവസാന സമയം വരെ ഞാൻ എന്ത് ചെയ്യും? മത്സരിക്കും. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമം ഷഡേതേ യത്ര വർത്തന്തെ തത്ര ദേവാഹ പ്രസീദതി. എവിടെയാണ് ഈശ്വരൻ ചോദിച്ചാൽ, ഈ 6 കാര്യം ആരിലാണോ ഉള്ളത് അവരിൽ ഈശ്വരനുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും ഈശ്വരനുണ്ട്. ഈ 6 കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഉണർത്തണം. അങ്ങനെ വൃത്രാസുരൻ പറയുകയാണ്, അതുകൊണ്ട് ശ്രീഹരി നിൻ്റെ കൂടെയുള്ളത് കൊണ്ട് നീ യാതൊരു സംശയവുമില്ല, നീ വിജയിക്കും. എന്താ വേണ്ടത്? ഞാൻ ഈ ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് മുനിമാരുടെ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന ഭാഗവത് പാദത്തിലേക്ക് ഞാൻ പോകും. പക്ഷെ ഞാൻ അവസാനം വരെയും യുദ്ധം ചെയ്യും. ഇതിൽ നമുക്കെന്താ തരുന്ന തത്വം? പല കാര്യങ്ങളും നമ്മൾ പഠിക്കാനിറങ്ങും. എനിക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ അമ്മ പറഞ്ഞ പോലെയാണ്. ആ അമ്മ പറഞ്ഞത്, എന്തെങ്കിലും നമ്മൾ ന്യൂ ഇയറായ 1-ാമത്തെ ദിവസം തുടങ്ങും, പിന്നെ അത് 2-3 ദിവസമേ ഉണ്ടാവുള്ളൂ, പിന്നെ അതങ്ങ് നിർത്തും. അല്ലേ? എന്ത് പാടില്ല? ഒരു കാര്യം നമ്മൾ ആരംഭിച്ചാൽ അതിൻ്റെ അവസാനം വരെ നമ്മൾ എന്ത് ചെയ്യണം? പ്രയത്നിച്ച് നമ്മൾ മുൻപോട്ട് പോകണം. അതാണ് വൃത്രാസുരൻ പറഞ്ഞത്, ഭഗവാന്റെ അനുഗ്രഹം എനിക്കാണെങ്കിലും ഞാൻ പ്രയത്നിക്കുന്ന പറഞ്ഞതുകൊണ്ട് ഭഗവാൻ ഹരിയുടെ അനുഗ്രഹമുള്ളത് കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമോ എന്ന ശങ്ക എനിക്കില്ല. ശ്രദ്ധിക്കണേ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വിജയിക്കാം, എനിക്ക് സ്വർഗം കിട്ടുമെന്നൊരു പ്രതീക്ഷയും അങ്ങനെ ആഗ്രഹവും എനിക്കില്ല എന്നാര് പറയാണ്? അതുകൊണ്ട് അതിലൊന്നും എനിക്ക് ശങ്കയില്ല. ഭഗവാനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നത് കൊണ്ട് സ്വർഗാദി പുണ്യലോകമോ സമ്പത്തോ ഭൂമിയോ ഭഗവാൻ എനിക്ക് നൽകില്ല. കാരണം ഞാൻ ഏകാന്ത ഭക്തനാണ്. ശ്രദ്ധിക്കണേ, ചതുർവിധത്തിലുള്ള 4 വിധത്തിലുള്ള ഭക്തന്മാരെക്കുറിച്ച് ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭാഗവതത്ത് പറഞ്ഞു തരുന്നത്, ഞാൻ ഏകാന്ത ഭക്തനാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് വേണ്ട? സമ്പത്തും വേണ്ട, സ്വർണവും വേണ്ട, സ്വർഗവും വേണ്ട, പുണ്യലോകവും വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ ഏകാന്ത ഭക്തനാണ്. അതുകൊണ്ട് എന്താണ്? ഇതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഇതെല്ലാം ആഗ്രഹിച്ച് നമുക്ക് തരും. ഗുരുവായൂരപ്പ അല്ലെങ്കിൽ പെരുന്തട്ടയിലെ മഹാദേവ എനിക്ക് ഇന്നതൊക്കെ വേണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ പ്രയത്നിച്ചാൽ ഭഗവാൻ ഇതൊക്കെ നമുക്ക് തരും. പക്ഷെ അങ്ങനെ തരുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ? നമ്മളിൽ വൈരാഗ്യ മനസ്സ് വരാൻ തുടങ്ങും. മനസ്സിങ്ങനെ ചഞ്ചലമാകാൻ വേണ്ടി തുടങ്ങും. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ദുഃഖിക്കും. നമുക്ക് പെട്ടെന്ന് ഗർവുണ്ടാകും, മറ്റുള്ളവരോട് കലഹിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു സംശയമേ, എന്താണ് മനസ്സ്? മനസ്സ് എന്ന് പറഞ്ഞാൽ അത് വൃത്രാസുര ചരിതം പറഞ്ഞിന് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്താണ്? നമുക്കൊന്നും മനസ്സിലായിട്ടില്ല, അല്ലേ? ശ്രദ്ധിക്കണേ, എന്താ മനസ്സ് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? മനസ്സുണ്ടാകുന്നത്. ഞാൻ വൃത്രാസുര ചരിതം പറയുമ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന ഈശ്വര സ്വരൂപികൾക്ക് വൃത്രാസുര ചരിതത്തെക്കുറിച്ചും ഭാഗവതത്തെക്കുറിച്ചും കുറച്ച് നിങ്ങളുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാകണം. അങ്ങനൊരു സങ്കല്പം ഉണ്ടെങ്കിലേ ഞാൻ പറഞ്ഞ വൃത്രാസുര ചരിതത്തിൻ്റെ ഭാഗങ്ങൾ ആർക്ക് മനസ്സിലാകുള്ളൂ, അല്ലേ? അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്? ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? മനസ്സുണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്തുണ്ടാവില്ല? മനസ്സുണ്ടാവില്ല. അപ്പോൾ എന്താണ്? ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് മനസ്സിലാവാത്തത്, സങ്കല്പമില്ലാത്തതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. അതുകൊണ്ട് ഭാഗവതത്തെക്കുറിച്ച് നല്ല ആഗ്രഹവും നല്ല സങ്കല്പം ഉണ്ടാവണം. അതുകൊണ്ടാണ് കുട്ടികളിലേക്ക് ബ്രാഹ്മേ മുഹൂർത്ത ഉത്തിഷ്ഠേത്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളെ ഒന്ന് ഉണർത്തി നോക്ക്. ആകെ ബ്രാഹ്മ മുഹൂർത്തം കാണുന്നത് എപ്പോഴാണ്? ഗുരുവായൂർ കാര്യമല്ലേ പറഞ്ഞത്? ഗുരുവായൂരിന്ന് വിട്ടാൽ ബ്രാഹ്മ മുഹൂർത്തം കാണുന്നത് ആകെ വിഷുവിനാണ്. വിഷുവിന് കണി കണ്ട ഉടനെ എന്നാ പറയുക? സമയം 4:30 മുതൽ 6:30 വരെ സമയമുണ്ട്, കിടന്നുറങ്ങാമെന്ന്. അപ്പോഴും തോന്നൂല ഒരു വിഷ്ണു സഹസ്രനാമം ചൊല്ലാം, ഒരു ലളിതാ സഹസ്രനാമം ചൊല്ലാമെന്ന് നമുക്കാർക്കും തോന്നാറില്ല. അപ്പോൾ എന്ത് വേണം? അച്ഛനമ്മമാർ
നല്ല പരിശീലകരാകണം. ആരാകരുത്? ഉടമസ്ഥരാകരുത്. നമ്മൾ ഉടമസ്ഥനല്ലാവണ്ട് പരിശീലകനാകണം. അച്ഛനും അമ്മയും രാവിലെ എഴുന്നേറ്റ് വായിച്ച് നാമജപം ജപിച്ച് ഓങ്കാരം ചൊല്ലുന്നത് കേട്ട മക്കൾ സംശയമില്ല എന്ത് ചെയ്യും? ഈശ്വരനാമം ചൊല്ലും. വൃത്രാസുരൻ്റെ കഥയിൽ പറഞ്ഞെന്താ? ഏകാന്ത ഭക്തനാണ്. അങ്ങനെയുള്ള ഭക്തന് ഭഗവാൻ എന്ത് ചെയ്യില്ല? പുണ്യലോകവും തരില്ല, ധനവും തരില്ല, സ്വർണവും തരില്ല, ഒന്നും തരില്ല. നമ്മൾ ഇതൊന്നുമല്ല ആഗ്രഹിക്കേണ്ടത്. ജീവിതത്തിൽ എന്ത് വേണം? ഈശ്വരപ്രാപ്തി കൈവരിക്കാൻ പറ്റണം. മറ്റൊന്ന്, ജീവിതത്തിൽ ആരെയും വഞ്ചിക്കാണെന്നില്ല ബോധം വരാണ്ടിരിക്കണം. ഇത് രണ്ടും വന്ന ജീവിതത്തിൽ എന്ത് ചെയ്യുക? നമുക്ക് മുൻപോട്ടേക്ക് പോകാം. അവിടെ പറയാണ്, അതുകൊണ്ട് ഭഗവത് പ്രസാദത്തിന് എന്താണ്? ഐഹികമായിരിക്കുന്ന സുഖഭോഗ വസ്തുക്കളോട് ആഗ്രഹമുണ്ടാകരുത്. അതാണ് ഭഗവാന്റെ തത്വങ്ങൾ പറഞ്ഞതിന് ശേഷം വൃത്രാസുരൻ പറയുന്നു. അതുകൊണ്ട് വൃത്രാസുരൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, അഹം ഹരേ തവ പാദൈക മൂലം ദാസോനുദാസോ ഭവിദാസ്മി ഭൂയ. ഭഗവാനെ എനക്കൊന്നും വേണ്ട, ദാസൻ്റെ ദാസനാകാൻ, അങ്ങയുടെ ഭഗവത് ഭക്തന്മാരുടെ ദാസൻ്റെ ദാസനാകാൻ എനിക്ക് സാധിച്ചാൽ മതി എന്നാര് പറയുന്നു? വൃത്രാസുരൻ പറയുന്നു. ശ്രദ്ധിക്കണേ, വൃത്രാസുരൻ എന്നാണ് വിളിക്കുന്നത്. ആ വൃത്രാസുരൻ പോലും ജ്ഞാനം കൊണ്ട് അങ്ങേയറ്റാണ്. എന്താ അർത്ഥം? ഈ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ നേടേണ്ടത് അറിവാണ്. അറിവ് നേടിയാലുണ്ടല്ലോ ദുഃഖം കുറയും. ഇപ്പോൾ പഠിപ്പിക്കുന്നേ ഉള്ളൂ, നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റും ഉണ്ട്, നല്ല ജോലിയുണ്ട്. പക്ഷെ എന്തില്ല? ആധ്യാത്മികതയില്ല. ആധ്യാത്മികമായ അറിവ് ഇവിടെ നേടിക്കൊടുക്കണം. നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് നേടിക്കൊടുക്കണം. ആ അറിവ് നേടിക്കൊടുത്താൽ ഈ കുട്ടികൾക്കുണ്ടല്ലോ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രയാസം വരില്ല. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റും. വൃത്രാസുരൻ്റെ കഥയൊക്കെ പറയണം. അസുരകുലത്തിൽ ജനിച്ചാലും ജ്ഞാനം നേടിയിട്ടുണ്ട്. പക്ഷെ ചില ജ്ഞാനം നേടിയാൽ ആ ജ്ഞാനം വേണ്ടിടത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് വിപരീതമാകും. അതുകൊണ്ട് പറയുകയാണേ, അഹം ഹരേ തവ പാദൈക മൂലം ദാസോനുദാസോ ഭവിദാസ്മി ഭൂയ. അതുകൊണ്ട് ഭഗവാനെ ഭജിക്കുന്നവരുടെ ദാസൻ്റെ ദാസനാകാൻ വേണ്ടിയിട്ട് എന്ത് വേണം? എന്നെ എപ്പോഴും അനുഗ്രഹിക്കണം. അങ്ങനെ പറഞ്ഞ് ഭഗവാനെ സ്മരിക്കാനും വാഗ്ഗുണങ്ങളെ കീർത്തിക്കാനും ആകണം അങ്ങയുടെ. അത് അങ്ങയെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് വൃത്രാസുരൻ ഇന്ദ്രനോട് പറയാണ്, ആ വജ്രം എടുത്തിട്ട് സങ്കടപ്പെടുന്നു വേണ്ട, എന്നെ എന്ത് ചെയ്തോ? വധിച്ചോന്ന്. ആരെങ്കിലും പറഞ്ഞു കൊടുക്കും അത്തരം കാര്യം? ഇല്ല. പക്ഷെ വൃത്രാസുരൻ എന്തുണ്ട്? ജ്ഞാനമുണ്ട്, അറിവുണ്ട്. അറിവുള്ളവർക്ക് എന്തുണ്ടാകും? ഭഗവാൻ ഇന്ദ്രൻ്റെ കൂടെയാണെന്ന് ആർക്കും മനസ്സിലായി? വൃത്രാസുരന് മനസ്സിലായി. ഭഗവാൻ ഉള്ളിടത്ത് എന്തുള്ളൂ എന്ന് മനസ്സിലായി? വിജയമുള്ളൂ. അപ്പോൾ ഭഗവാൻ എന്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല വൃത്രാസുരനോട്? നീ ഇന്ദ്രനെ വധിക്കുന്നു. പക്ഷേ നേരെ തിരിച്ച് പറഞ്ഞു കൊടുത്തു. എന്ത്? ഇന്ദ്രന് പറഞ്ഞു കൊടുത്തു. എന്ത്? ദദ്യം മഹർഷീൻ്റെ ശരീരം നിങ്ങളെടുത്ത് വാങ്ങിച്ചോ, അതിനെ കൊണ്ട് വജ്രായുധം ഉണ്ടാക്കി കൊടുത്തോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭഗവാൻ ആർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്? ഇന്ദ്രന് കൊടുത്തിട്ടുണ്ട്. ആർക്ക് അനുവാദം തന്നിട്ടില്ല? വൃത്രാസുരൻ. എന്താ കഥ? ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറ്റൊരാളെ നോക്കിയിട്ട് എന്ത് പറയാൻ പാടില്ല? ബുദ്ധിയില്ല എന്ന് പറയരുത്. എന്താ കാരണം? വിധി വിഹിതം ബുദ്ധിരനുസരതി. വിധിക്കനുസരിച്ച് ഈ ലോകത്ത് എന്തുണ്ട്? ബുദ്ധി പ്രവർത്തിക്കും. ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട സമയത്ത് ഇത് വിധിയാണ്, അവിടെ ഇരിക്കുമ്പം അത് വിധിയാണ്. വിധിക്കനുസരിച്ച് എന്ത് ചെയ്യും? ബുദ്ധി നീങ്ങും. വൃത്രാസുരൻ പറഞ്ഞതിൻ്റെ ചുരുക്കതയുള്ളൂ. ഭഗവാൻ നിനക്ക് അനുവാദം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ സങ്കടപ്പെടുന്നു വേണ്ട. ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ആയുധം വീണപ്പോഴും ആ സമയത്ത് വേണമെങ്കിൽ വൃത്രാസുരൻ ഇന്ദ്രനെ വധിക്കാം. പക്ഷെ അവിടെയും വൃത്രാസുരൻ പറഞ്ഞത് ആയുധമില്ലാത്തടത്ത് എന്ത് ചെയ്യില്ല? യുദ്ധത്തിന് പോകില്ല എന്നാണ് പറഞ്ഞത്. അതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന തത്വമാണ്. അതുകൊണ്ട് ഇന്ദ്രനോട് തന്നെ പറയാണ്, എന്നെ കൊല്ലാനുള്ള കാര്യമെല്ലാം നിനക്കറിയാലോ, അതൊക്കെ ഉപയോഗിച്ചോ. ഇന്ദ്രൻ്റെ കയ്യിലുള്ള വജ്രായുധത്തേക്കാൾ വേഗം. ശ്രദ്ധിക്കണേ, സകലവിധ ലൗകികമായിരിക്കുന്ന ബന്ധങ്ങളും മുറിച്ച് കളയാനുള്ള മുക്തനാകാനാണ് എനിക്ക് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് നീ എന്നെ വധിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ എല്ലാ ലൗകികമായിരിക്കുന്ന ബന്ധങ്ങളും ഞാൻ തന്നെ വിച്ഛേദിക്കട്ടെ. ബന്ധുക്കളുണ്ട്, ധനമുണ്ട്, കുടുംബമെന്നും ചിന്തിക്ക ജന്മമധുന കഴിയുന്നു ലോകം. ഇക്കണ്ടതൊന്നും ഒരു ശാശ്വതമല്ല ഹൃത്തേ, ഭക്തിയാ ഭജിക്ക പുരുഷോത്തമ പാദപത്മം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബന്ധുക്കളും ധനവും കുടുംബവും ഐശ്വര്യവും എല്ലാം നമുക്ക് എപ്പോഴേ ഉണ്ടാവോ? ബന്ധുക്കളുണ്ട്, ധനമുണ്ട്, കുടുംബമെന്നും ചിന്തിക്ക ജന്മമധുന കഴിയുന്നു ലോകം. ഈ കണ്ടതൊന്നും ഒരു ശാശ്വതമല്ല, ഈ കാണുന്നൊന്നൊരു ശാശ്വതമല്ല. ബന്ധുക്കളും എൻ്റെ കയ്യിലുള്ള ധനവും എല്ലാം കുറച്ചു കാലം എൻ്റെ കൂടെ നിൽക്കൂ. വൃത്രാസുരൻ അത് വളരെ ഭംഗിയായി ചിന്തിച്ചിട്ട് എന്താ പറഞ്ഞത്? ഇതാ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്?
അങ്ങയ്ക്ക് ഭഗവാൻ നൽകിയ നിർദ്ദേശം, ഭഗവാൻ എനിക്ക് അങ്ങയെ കൊല്ലാനുള്ള നിർദ്ദേശം എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഏകാന്ത ഭക്തനായിരിക്കുന്ന എന്നെ എന്ത് ചെയ്തോളൂ? എന്താണ് ഏകാന്ത ഭക്തൻ? നേരത്തെ പറഞ്ഞു, ഭഗവാനെ മാത്രം. ശ്രദ്ധിക്കണേ, എന്താ ഏകാന്ത ഭക്തൻ്റെ പ്രത്യേകത? ഭഗവാന് മാത്രം, ഭഗവാന് വേണ്ടി മാത്രം ഭഗവാനെ ധ്യാനിക്കലാണ് ഏകാന്ത ഭക്തൻ. നമ്മളോ നമുക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഏകാന്ത ഭക്തൻ്റെ പ്രത്യേകത ഭഗവാന് വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കലാണ്. ഇതിലാരെങ്കിലും ഉണ്ടോ ഏകാന്ത ഭക്തനെന്ന് ഒരു സ്വയം ഒരു ആത്മപരിശോധന ചെയ്യണം. വൃത്രാസുരൻ എങ്ങനെയാണ്? ഏകാന്ത ഭക്തനാ, സ്വയം ഭഗവാന് വേണ്ടി സ്മരിക്കുന്ന ആളാണ്. അതുകൊണ്ട് എന്താ വേണ്ട? ഈശ്വരൻ അനുഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ദീർഘായുസ്സും അതുപോലെ ശോഭയും കീർത്തിയും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പം. ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മളിൽ നിന്ന് വിട്ടുപോയാലോ നമുക്കൊരു കീർത്തിയുമില്ല, നമുക്കെന്തില്ല? ഒരു പേരുമില്ല, ഒരു പ്രശസ്തിയില്ല, അല്ലേ? ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഈ ഭാഗവതത്തിലെ തത്വം പറയുന്നത് ഭഗവാനാണ്, മുരളീധര വാര്യരല്ല, ഭഗവാൻ പറയുന്നതാണ് എന്ന് മനസ്സിലാക്കണം, അല്ലേ? വാഹനം ഓടിക്കുമ്പോൾ ഞാനാണ് വാഹനം ഓടിക്കുന്നതിരിക്കരുത്, എൻ്റെ ഉള്ളിലുള്ള ഭഗവാനാണ് വാഹനം ഓടിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ ഞാനല്ല, ഈ ഇരിക്കുന്നവരെല്ലാം ഈശ്വര സ്വരൂപികളാണ്. ഈ ഇരിക്കുന്നവരിലൊക്കെ ഈശ്വരനുണ്ട്. ഇവിടെ എന്താ പറഞ്ഞത്? അതുകൊണ്ട് ഈശ്വരൻ അനുഗ്രഹിക്കുമ്പോൾ ദീർഘായുസ്സും ശോഭയും കീർത്തിയും വരാൻ തുടങ്ങും. ഈശ്വരൻ പ്രതികൂലമാകുമ്പം ഇതെല്ലാം നമുക്കെന്ത് ചെയ്യും? നമുക്ക് നഷ്ടപ്പെടും. ആരാ പറയുന്നത്? വൃത്രാസുരൻ. ആരോടാ പറയുന്നത്? ഇന്ദ്രനോടാ പറയുന്നത്. ശ്രദ്ധിക്കണേ, അസുരകുലത്തിൽ ജനിച്ചിട്ടും ജ്ഞാനം ആർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്? വൃത്രാസുരന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിവേകികൾ എന്ത് ചെയ്യും? ഒരു ജയമുണ്ടാകുമ്പോഴും ഒരു പരാജയം സംഭവിക്കുമ്പോഴും വിവേകികൾക്ക് എന്ത് വരില്ല? ഒരു പ്രയാസവും വരില്ല. വിവേകമില്ലാത്തവർ ചെറിയ കാരണങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും? പരാജയപ്പെട്ടാൽ ഹൃദയസ്തംഭനം വരുന്നവരില്ലേ? നല്ല സന്തോഷം വന്നാലും എന്തുണ്ടാവും? അറ്റാക്കാവും, അല്ലേ? എന്താ കാരണം? അറിവ്, വിവേകം കുറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? വൃത്രാസുരൻ പറയുകയാണ്, വിവേകികൾക്ക് മാത്രം ജയം പരാജയം സുഖം ദുഃഖം എല്ലാം ഒരുപോലെ ആയിരിക്കും. സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭോ ജയാജയോ എന്ന് ഭഗവത്ഗീതയിൽ നമുക്ക് പറഞ്ഞു തന്നു. ഇവിടെ എന്താ പറഞ്ഞത്? വൃത്രാസുരൻ പറയുകയാണ്, സുഖവും ജയവും പരാജയവും ദുഃഖമെല്ലാം ഏകാന്ത ഭക്തന്മാർക്ക് ഒരുപോലെ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് വേണം? ഇതെല്ലാം ഭഗവാന്റെ ലീലകളാണ്, ഭഗവത് കൽപ്പിതം മാത്രമാണ്. ഈ 1200 ധനുമാസം 9-ാം തീയതി ഈ 12 മണിക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവത് കൽപ്പിതമാണ്. അങ്ങനെ ചിന്തിക്കാൻ വൃത്രാസുരൻ്റെ കഥയിലെ തത്വം നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് എല്ലാ അനുഭവങ്ങളുടെ ഇടയിലും കാലസ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ കാണുന്നുണ്ട്, ഈശ്വരനുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. സുഖം വരുമ്പം വിചാരിക്കണം ഇതെനിക്ക് ഈശ്വരൻ തന്നെയാണ്, ദുഃഖം വരുമ്പം തീരുമാനിക്കണം ഇതെനിക്ക് ഈശ്വരൻ തന്നെ. എന്താ കാരണം? അനുകൂലന്തു വേദനീയം സുഖം, പ്രതികൂലന്തു വേദനീയം ദുഃഖം. പ്രതികൂലമായി വന്നാലും അത് ഈശ്വരകൽപ്പിതം, അനുകൂലമായി വന്നാലും അത് ഈശ്വരകൽപ്പിതമാണ്. എൻ്റെ കഴിവാണെന്ന് ചിന്തിക്കാതിരിക്കാൻ ഇത്തരം വൃത്രാസുരൻ്റെ കഥ നമുക്ക് പറയുകയാണ്. അതുകൊണ്ട് യുദ്ധങ്ങളൊക്കെ വളരെ ഗൗരവമായ യുദ്ധങ്ങൾ തുടങ്ങി. വൃത്രൻ്റെ 2 കൈയും ഇന്ദ്രൻ മുറിച്ചു. ഈ 2 കൈയും മുറിച്ചതിന് ശേഷം വൃത്രൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഈ 2 കൈയും എൻ്റെ കൈയല്ല എന്ന് എനിക്ക് തോന്നിയിനി, ഇത് എൻ്റെ ഒന്നുമല്ല, അതുകൊണ്ട് മുറിച്ചുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. നമ്മളാണെങ്കിലോ ഒന്നാലും എൻ്റെ കൈ മുറിച്ചില്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നാണ് പറയുക, അല്ലേ? വൃത്രൻ പറയും, ഇതൊന്നും കുഴപ്പമില്ല, ഇത് എൻ്റെ കൈയൊന്നല്ല, ഇത് ഭഗവാന്റെ കൈയാണ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. ഇത് എൻ്റെത് എന്നുള്ളത് 2 ദ്വക്ഷരസ്തു ഭവേൽ മൃത്യു ത്രക്ഷരം ശാശ്വതം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 അക്ഷരം എന്ന് പറയുന്നത് മൃത്യുവാണ് സൂചിപ്പിക്കുന്നത്. ത്രക്ഷരം 3 അക്ഷരം എന്ന് പറയുന്നത് ശാശ്വതമാണ്. എന്താ അത്? ദ്വക്ഷരം മമ, എൻ്റെത് എന്നുള്ള 2 അക്ഷരം മൃത്യുവിലേക്കാണ് കൊണ്ടുപോവുക. എൻ്റെ സീറ്റ്, ഞാൻ നേരത്തെ ഇരുന്ന കസേലയാണത്, അത് മാറ്റാൻ പറ്റില്ല, അല്ലേ? ആടെ ആരിരുന്നാലും എന്താ കുഴപ്പം, അല്ലേ? നേരെ തിരിച്ച് ചിന്തിക്കണം. നമമ, ഈ ത്രക്ഷരം 3 അക്ഷരം ചിന്തിച്ചാൽ ഇടത്തേക്ക് പോയി ശാശ്വതമായി. ദ്വക്ഷരം ചിന്തിച്ചാലോ മൃത്യുവിലേക്കായി. 2 അക്ഷരം മമ എന്നുള്ള 2 അക്ഷരം മൃത്യുവിലേക്ക് കൊണ്ടുപോകും. നമമ എന്നുള്ള 3 അക്ഷരം ഉപയോഗിച്ചാൽ ശാശ്വതമായി ഇവിടെ എല്ലാം നിലനിൽക്കും. അതുകൊണ്ട് എന്താ വേണ്ടത്? എൻ്റെ 2 കഴിയും ഇതെൻ്റെതല്ല, ഇത് ഭഗവാന്റെ കഴിവ് കൊണ്ടാണ് എനിക്ക് ഈ 2 കൈ ഉണ്ടായിട്ടുള്ളത്, അത് ഭഗവാൻ എടുത്തു, അല്ലേ?
കാറ് പോയി, വിഷമിക്കൊന്നും വേണ്ട, ഭഗവാൻ തന്നു, ലോൺ അടക്കാൻ പറ്റിയില്ല, കാറ് പോയി, അത്ര ചിന്തിക്കാൻ പറ്റണം. വീടെടുത്തു, അത് നഷ്ടപ്പെട്ടു, സാരമില്ല, പ്രളയം വന്നു, സാരമില്ല, അത് ഭഗവാൻ തന്നു, ഭഗവാൻ കൊണ്ടുപോയി എന്ന് ചിന്തിക്കാൻ പറ്റിയാൽ എത്തി ജ്ഞാനം വർദ്ധിക്കും. അതുകൊണ്ട് ഈ യുദ്ധം തന്നെ ശ്രദ്ധിക്കണേ. വൃത്രാസുരൻ ഇന്ദ്രനോട് പറയുന്നേ, ഇന്ദ്ര, ഈ യുദ്ധം ഉണ്ടല്ല, ഇപ്പം നമ്മൾ തമ്മിൽ ചെയ്യുന്ന യുദ്ധം ഉണ്ടല്ല, ഇതന്നെ ഒരു ചൂത് കളിയാണ്, ഒരു ചൂതിന് തുല്യ. എന്താ കാരണം? ഇത് ഒരു പ്രാണനാണ്, ഈ ചൂത് പോലെയാണ്, ഇതൊരു പ്രാണനാണ്. ഇതിൽ പണയമെന്ന് പറയുന്നത് ശരങ്ങളാണ്. ശ്രദ്ധിക്കണേ, ഇതിലെ പണയം എന്ന് പറയുന്നത് ശരങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ആനയും കുതിരയില്ലെന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ചൂത് പലകയാണ്. ചൂത് കളിക്കാൻ എന്തെല്ലാം വേണം? അതുപോലെയാണ് ശരങ്ങൾ, ആന, കുതിര, ഈ പ്രാണൻ എന്നെല്ലാം പറയുന്ന പ്രാണനാണ് ഈ ചൂത്, അതാണ് നീക്കുന്നത്. ആനയും കുതിരയും ശരലും എന്താണ്? അതിൻ്റെ ആ ചൂത് വെക്കാനുള്ള പലക പോലെയാണ് ഇന്ദ്ര. അതുകൊണ്ട് എന്തില്ല, ഇതിലാര് ജയിക്കും ആര് തോൽക്കും എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ അവസാന നിമിഷം വരെ ഞാൻ എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും. ഇതെനിക്കും നിങ്ങൾക്കും തരുന്ന തത്വ. ഈ കാറ്, ഈ വാഹനം, ഈ ജീവിതം, ഈ ജീവിതത്തിൽ ഏറ്റവും വലുത് ലക്ഷറിയായി ജീവിക്കുക എന്നുള്ളതാണെന്ന് തോന്നിയാൽ നമ്മൾ അതിന് പുറകെ പോകും. അതിന് പോണ്ട. എന്ത് ചെയ്തേക്കണം? ആധ്യാത്മികമായ അറിവ് ജീവിതത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് സമ്പാദിക്കാൻ വേണ്ടി പറ്റണം. ആധ്യാത്മികത വർദ്ധിക്കുമ്പം പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് വൃത്രാസുരൻ്റെ നിഷ്കാമമായിരിക്കുന്ന, ശ്രദ്ധിക്കണേ, വൃത്രാസുരൻ്റെ ഈ നിഷ്കാമമായി എന്നെ വധിച്ചോ, ഇത്തരം ജയവും പരാജയവും സുഖവും ദുഃഖവും എല്ലാം ഭഗവാന്റെ ലീലകളാണെന്ന് പറയാൻ വൃത്രാസുരന് തോന്നിയപ്പോൾ ഇന്ദ്രൻ വൃത്രാസുരനെ നോക്കി പറയാണ്, എന്താണ്? ഇത്രയൊക്കെയാണെങ്കിലും വൃത്രാസുര, നിൻ്റെ ഈ നിഷ്കാമമായിരിക്കുന്ന ഈ വാക്ക് കേട്ടിട്ട് എനിക്ക് ഒന്നും ഇനി പറയാനില്ല. കാരണം എന്തേ? ഇത്രയും അറിവ് വൃത്രാസുരനുണ്ട്. ആ കഴിവിൻ്റെ മുമ്പിൽ ഇതാ ഇനി നീ എന്താണ്? ഭഗവത് പാദത്തിലേക്ക് എത്തിച്ചേരേണ്ട ആളാണ്. ഭഗവത് പാദത്തിലേക്ക് തന്നെ എത്തും. അതുകൊണ്ട് വൃത്രൻ്റെ ജീവചൈതന്യമെന്ന് പറയുന്നത് ഭഗവാന്റെ പരമാത്മാവിലേക്ക് ലയിക്കുന്ന ഭാഗത്തിലാണ് വൃത്രാസുര ചരിതത്തിൻ്റെ ഒരു ഭാഗം. അങ്ങനെ ഈ കർമ്മപാശത്തിൽ നിന്ന് ബദ്ധനും കാമവൃത്തിയിൽ നിന്ന് വിഷണ്ണനുമായിരിക്കുന്ന ഞാൻ നിന്തിരുവടിയെ നിഗ്രഹിക്കാൻ പോവുകയാണേ, ഞാൻ നിഗ്രഹിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്ത് വേണം? മമോത്തമ ശ്ലോക ജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമതസ്വകർമ്മഭി. അതുകൊണ്ട് കീർത്തനങ്ങൾ കൊണ്ട്, ഭഗവാന്റെ കീർത്തനങ്ങളെ കൊണ്ട് അജ്ഞാനമായിരിക്കുന്ന അന്ധകാരത്തെ എന്ത് ചെയ്യണം? നീക്കണം. എന്നിട്ടോ കീർത്തിയോട് കൂടിയ നിന്തിരുവടിയെ ഞാനിതാ ഭജിക്കുന്ന ജനങ്ങളോടുകൂടി എനിക്കും ചേർച്ചയുണ്ടാകണമെന്ന് വൃത്രാസുരൻ ഭഗവാനോട് പറയുന്നുണ്ട്. മമോത്തമ ശ്ലോക ജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമത സ്വകർമ്മഭി. അതുകൊണ്ട് കീർത്തിയോടുകൂടി നിന്തിരുവടിയെ ഭജിക്കുന്ന ജനങ്ങളോടുകൂടി എനിക്ക് ചേർച്ചയുണ്ടാകണേ. ഇത് കഴിഞ്ഞ ശേഷം കർമ്മങ്ങൾ നിമിത്തം നിന്തിരുവടിയുടെ മായക്കധീനന്മാരായിട്ട് എന്ത് വേണം? വീണ്ടും വീണ്ടും ജനന മരണ ക്ലേശങ്ങൾ അനുഭവിക്കാൻ ഇടവരും. ശ്രദ്ധിക്കണേ, പൂർവ്വജന്മമുണ്ടോ ജന്മമുണ്ടോ എന്നെല്ലാം ചോദിച്ചാൽ പൂർവ്വജന്മകൃതം കർമ്മം യതിവാ ശുഭം ശുഭം തസ്യ ഭക്തിം ഗ്രഹാ സർവേ സൂചിയം ദിഗ ജന്മനി. ജന്മജന്മാന്തരങ്ങളും പൂർവ്വജന്മങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് പുത്രൻ, ഭാര്യ, ഭവനം ഇവയിൽ ആസക്തന്മാരായിരിക്കുന്ന പ്രാകൃതന്മാരോട് എനിക്ക് യാതൊരു ബന്ധവും അടുത്ത ജന്മത്തിലും തരല്ലേ എന്നാര് പറയാണ്? വൃത്രാസുരൻ ആരോട് പറയാണ്? ഭഗവാനോട് പറയാം. പ്രാകൃതന്മാരോട് കൂടിയിട്ടുള്ള ഒരു കൂട്ടും എനിക്ക് വേണ്ട. ത്യജ ദുർജന സംസർഗം ഭജ സാധു സമാഗമം കുരുപുണ്യ മഹോരാത്രം സ്മര നിത്യം മഹേശ്വരം. നാം ത്യജ ദുർജന സംസർഗം. നമ്മൾ എന്ത് ചെയ്യണം? ഈ ജീവിതത്തിൽ ദുർജനങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. ത്യജ ദുർജന സംസർഗം ഭജ സാധു സമാഗമം. സദാകാലം സജ്ജനങ്ങളോട് കൂടി ചേരണം. ശ്രേഷ്ഠന്മാരായ ഭാഗവത ആചാര്യന്മാർ അവിടെ ഇരിക്കുമ്പം അവരെ പോയിട്ട് ഒന്ന് നമസ്കരിക്കണം. കാരണം എന്താ? സജ്ജനങ്ങളാണ്. ഞാനവിടെ ഇരുന്ന 2-3 ആചാര്യന്മാരെ കണ്ടപ്പോൾ ഞാൻ ഒരാചാര്യനെ പോയിട്ട് നമസ്കരിച്ചു. മറ്റൊരു ആചാര്യനെ കണ്ടപ്പോൾ വേഗം തൊഴുതു. എന്താ കാരണം? ത്യജ ദുർജന സംസർഗം ഭജ സാധു സമാഗമം. സജ്ജനങ്ങളെ കണ്ട നമ്മൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ആടെ എന്ത് ചെയ്യണ്ട? ചുറ്റും നോക്കണ്ട, ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കും, ആദ്യം നമസ്കരിക്കാൻ. അതല്ലെങ്കിൽ ആദ്യം ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യും? സെൽഫി എടുത്ത് വെക്കും, ഫോട്ടോ എടുത്ത് വെക്കാൻ. ആരത്? ആചാര്യൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരു ഫോട്ടോ. അതല്ല വേണ്ടത്. ത്യജ ദുർജന സംസർഗം ഭജ സാധു സമാഗമം കുരുപുണ്യ മഹോരാത്രം. ഈ 1200 ധനുമാസം 9-ാം തീയതി ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ നിങ്ങൾ പുണ്യകർമ്മം ചെയ്യുകയാണ്. സത്താസമയം പുണ്യകർമ്മം ചെയ്തേക്കണം.
തെജ ദുർജന സംസർഗം ഭജ സാധു സമാഗമം കുരുപുണ്യം അഹോരാത്രം സ്മരനിത്യം മഹേശ്വരം. സദാകാലം മഹേശ്വരനെ, ഈശ്വരനെ ഭജിക്കണം. ഇവിടെ ഇതാ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പുത്രൻ, ഭാര്യ, ഭവനം ഇവയിൽ ആസക്തരായിരിക്കുന്ന പ്രാകൃതന്മാരോട് ഒരിക്കലും എനിക്ക് സംസർഗം വരാതിരിക്കാനുള്ള ഒരനുഗ്രഹം എനിക്ക് തരണേന്ന് വൃത്രാസുരൻ ഭഗവാനോട് പറയുകയാണ്. അതുകൊണ്ട് അസുരന്മാർക്ക് ജ്ഞാനമുണ്ടായാൽ അത് ഗുണകരമല്ല എന്നും നമുക്കൊരു തത്വം പറയുകയാണ്. കാരണം ബ്രഹ്മജ്ഞാനികൾ തെറ്റ് ചെയ്താൽ അത് ബ്രഹ്മഹത്യാ പാപമാണ്. അറിവുള്ളവർ തെറ്റ് ചെയ്യരുത്. അറിയാതെ കണ്ട് അറിയാത്ത കാലഘട്ടത്തിൽ നമുക്ക് തെറ്റ് സംഭവിക്കാം. അറിവ് സമ്പാദിച്ച അറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെറ്റ് ചെയ്യരുത്. അതാ നേരത്തെ പറഞ്ഞതെന്ന് നിന്ദിയാതെ. ലോകത്താരെയും നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത്? ജീവിതത്തിൽ നിന്ദിക്കരുത്. പിന്നെയോ ഒരാളെ നോക്കിയിട്ടും ബുദ്ധിയില്ല എന്ന് പറയരുത്. കാരണം അവനവൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഈ ജീവിതത്തിൽ അവനവൻ ഉയർന്നു പോകും. അവിടെ ഇരിക്കേണ്ട അവിടെ ഇരിക്കും, ഉയരേണ്ട ആൾ ഉയരും, താഴേണ്ട ആൾ താഴാളും. ആരെയും നമ്മൾ നോക്കിയിട്ട് നിന്ദിക്കണ്ട. അതുകൊണ്ട് അസുര കുലത്തിലുള്ളവർക്ക് എത്ര ജ്ഞാനം നേടിയാലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ ആസുരികത്വം പുറത്തേക്ക് വരും. എത്ര മൂടി വച്ചാലും ചില സന്ദർഭത്തിൽ എന്ത് വരും? നമ്മുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ അറിയാണ്ട് എന്ത് ചെയ്യും? ഇത് പുറത്തേക്ക് വരും. കുറേ സമയം ഇങ്ങനെ നിവർന്നിരുന്നിട്ട് ആൾ കാണുന്നുണ്ടെങ്കിൽ നോക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങനെ താഴാൻ തുടങ്ങും. നമ്മുടെ യഥാർത്ഥ സ്വഭാവവും പുറത്തേക്ക് വരും. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനിക്ക് ശ്രദ്ധിക്കണേ, ഈ ബ്രഹ്മജ്ഞാനം നേടിയവർക്ക് മരണഭയം ഉണ്ടാവില്ല. എപ്പോൾ വേണമെങ്കിലും പോകും. ആയുഷഖണ്ഡമാതായ രവിരസ്തമയം ഗതാഹന്യഹനി ബോധവ്യം കിമേതൽ സുഹൃതം കൃതം. ഇന്ന് സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, വൈകിട്ട് ഈ സൂര്യദേവൻ അസ്തമിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാവരുടെയും ആയുസിൻ്റെ ഒരു ഭാഗം ഇന്ന് തീരുന്നാണ് പറയുന്നത്. ആയുഷഖണ്ഡമാതായ രവിരസ്തമയം ഗത അഹന്യഹനി ബോധവ്യം. ആ ബോധത്തോടെ കിമേതൽ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ചെയ്യാൻ പറ്റുന്ന സുഹൃതകർമ്മം ഇപ്പോൾ ചെയ്യണം. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനിക്കൊരിക്കലും ഒരു മരണഭയമുണ്ടാവില്ല. ജീവിതത്തിൽ ഒരിക്കലും ഗുരുനിന്ദ പാടില്ല. ഗുരുവിനെ നിന്ദിച്ചാൽ ഉണ്ടാകുന്ന ദോഷമാണ് വൃത്രാസുര ചരിതം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈശ്വരജ്ഞാനം നേടിയ ആളെയും ഗുരുവിനെയും ഒരു കാലഘട്ടത്തിലും നിന്ദിക്കാതിരിക്കാനെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാമെന്ന് വൃത്രാസുര തത്വം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു കുടത്തിലെ വെളിച്ചത്തെ പോലെയാണ് ആസുരീകമായ ചിന്ത. ദേവചിന്ത എന്ന് പറയുന്നത് ഒരു സ്ഫടിക പാത്രത്തിൽ വെച്ച വിളക്കിനെ പോലെ. അതെല്ലായിടത്തും എന്ത് ചെയ്യും? പ്രകാശിക്കും. കുടത്തിൽ വെച്ച വിളിച്ചോ അവിടെ ഉണ്ടാവും. അതുപോലെയാണ് ദേവചിന്തയും അസുരചിന്തയും. അതുകൊണ്ട് ജന്മന ജായതേ ശൂദ്ര കർമ്മണ ജായതേ ദ്വിജ. ജ്ഞാനം നേടിയാലും എന്ത് ചെയ്യാം? കർമ്മശുദ്ധി ഉണ്ടാക്കാമെന്ന് വൃത്രാസുര ചരിതം നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം, വൃത്രനെ വധിച്ചതിന് ശേഷം തുടക്കത്തിൽ പറഞ്ഞ് ആ ബ്രഹ്മഹത്യാ പാപം വീണ്ടും ഇന്ദ്രനെ വേട്ടയാടാൻ തുടങ്ങി എന്നാണ് പറയുന്നത് 13-ാമത്തെ അധ്യായത്തിൽ വീണ്ടും. കാരണം ബ്രഹ്മഹത്യ ചെയ്യാൻ പാടില്ല. പക്ഷേ വൃത്രാസുരനെ വധിച്ച ചിന്ത കൊണ്ട് വീണ്ടും മാനസ സരസിൽ ഒരിക്കലും ബ്രഹ്മഹത്യാ പാപത്തിന് കയറാൻ പറ്റില്ല. അങ്ങനെ ഇന്ദ്രൻ കുറേ കാലം അവിടെ പോയിട്ട് താമസിക്കുന്നുണ്ട് ഈ ബ്രഹ്മഹത്യാ പാപം തീരാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മഹത്യാ പാപം എന്ന് പറയുമ്പോൾ ഒരു ബ്രാഹ്മണനെ നിന്ദിച്ചു എന്നല്ല ചിന്തിക്കേണ്ടത്. ശ്രേഷ്ഠന്മാരെ ആരെ നിന്ദിച്ചാലും ഗുരു നിന്ദ ചെയ്താലും ബ്രഹ്മഹത്യാ പാപമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വൃത്രാസുര ചരിതം 12:15 നിർത്തണമെന്ന് പറഞ്ഞു. 12:22 നിർത്തുന്നു. നാരായണസ്വാമി വന്നാൽ ഭഗവാന്റെ അടുത്തേക്ക് സത്തത്രം ആയി എന്നാണ്. അതുകൊണ്ട് പറഞ്ഞ ഭാഗങ്ങളെല്ലാം ഗുരുവായൂരപ്പൻ്റെ പാദത്തിലും പെരുന്തട്ടയിലെ ശിവൻ്റെ പാദത്തിലും ശ്രേഷ്ഠരായിരിക്കുന്ന സജ്ജനങ്ങളുടെ പാദത്തിലും പറഞ്ഞ വാക്കുകളിൽ എവിടെയെങ്കിലും വൈപരീത്യം സംഭവിച്ചുവെങ്കിൽ അത് ഈ ഉള്ളവൻ്റെതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മന വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യ സകലം പരസ്മൈ സർവം നാരായണായേതി സമർപ്പയാമി. വൃത്രാസുര ചരിതം എന്ന വിഷയത്തെ ആദരിച്ച് ഇതുവരെ